हमारा डिस्ट्रिक्ट के तरफ से सबको नंदी प्रकाशन करता हूँ। बाकी समय प्रभु का वजन से हमारे बहुमूल्य पासवान रेवरेंड डैनियल सामुएल अथवा पास्टर वीवरम जॉर्ज गुट्टी हालेलुया घोषण करेंगे। हालेलुया एकदम अच्छा रीति से वजन प्रकाशन करने के लिए इतना शक्ति और सामर्थ्य मिला है, वो एकदम बड़ी अच्छी बात है। प्रेज़ द लॉर्ड, हालेलुया। उनके परिचय के द्वारा दूसरा कई लोग भी जॉइन किया है। एक पास्टर बैंगलोर से पास्टर शाजी इड़कड़ा, दूसरा ऐसा पासवान दूसरे विश्वासी लोग भी जुड़ और ज्वाइन किया है। सबके लिए और एक बार मेरा नमस्कार और वंदन में देता हूँ। हालेलुया, प्रेज़ द लॉर्ड। കർത്താവിന്റെ വിലദാസൻ പാസ്റ്റർ ദേവരം ജോർജ് കുട്ടിച്ചാനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം അനുഗ്രഹീതമായ വചന പ്രഘോഷകനും ദൈവവചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ടതായ എഴുത്തുകാരനുമാണ്. ഒരു പ്രാവശ്യം ഞാൻ ഹ്യൂസ്റ്റണിൽ വിസിറ്റ് ചെയ്തതായിരിക്കുന്ന നേരം പ്രിയ ദൈവത്തിന്റെ ദാസനെ കാണുകയും എന്റെ പക്കൽ ചില പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി എനിക്ക് നൽകുകയും ചെയ്തു. ഒരു 3-4 പുസ്തകം തന്നു, ഫ്രീ ആയിട്ട് നൽകിയിട്ട് പിന്നെയും ഉണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാം കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു. കൊണ്ടുവന്നതെല്ലാം ഞാൻ വായിക്കുകയായി. താഴ്വരകളും പർവ്വതങ്ങളും മലകളും മരണത്തിനപ്പുറവും പിന്നെ പല പുസ്തകങ്ങളുണ്ട്. മിക്കവാറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനെ ഓർത്തിയും ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഇന്നത്തെ ഈ മെസ്സേജ് പ്രിയ കർത്താവിന്റെ ദാസൻ VC ജസ്റ്റിൻ അവറുകൾ അത് തർജ്ജമ നിർവഹിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം നമ്മളോടുകൂടെ ഉണ്ടായിരുന്നുവല്ലോ. തുടർന്നും പ്രാർത്ഥനയോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിക്കായി നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. റവറൻഡ് പാസ്റ്റർ വീവരം ജോർജ് കുട്ടി will deliver from the word of God. I am inviting Hallelujah Pastor വീവരം ജോർജ് കുട്ടി. Thank you. God bless. Amen. കർത്താവിന്റെയും വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु की महान नाम की स्तुति हो. IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കൺവെൻഷന്റെ സമാപന രാത്രി നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഇങ്ങനെ ഒരു അവസരം തന്ന വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ഭാരവാഹികളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. IPC मुंबई पश्चिम जिला की 27वां एनुअल कन्वेंशन की समापन रात के समय में इस प्रकार वचन की सेवकाई करने के लिए मुझे मौका दिया हुआ और सारे पदाधिकारियों को मैं धन्यवाद व्यक्त करता हूं. ഈ ഡിസ്ട്രിക്റ്റിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ കെ മാത്യു അവറുകൾ 1973 ഞാൻ കുമ്മനാട്ട് ഒരു വേദ വിദ്യാർത്ഥിയായി കടന്നു ചെന്ന സമയത്ത് അദ്ദേഹം അവിടെ ഞങ്ങളുടെ ഒരു സൂപ്പർവൈസറായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥത ഇന്ന് വരെയും നിലനിർത്തുവാൻ ദൈവം ഇടയാക്കി. കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. मुंबई पश्चिम जिला के अध्यक्ष के तौर पर सेवकाई करने वाला परमेश्वर का दास पास्टर के मैथ्यू जी, जब 1973 में मैं कुंभनाड़ बाइबल स्कूल में पढ़ रहा था, उस समय में एक सुपरवाइजर के तौर पर उनसे मुलाकात किया. तब से लेकर जो आत्मिक परिचय और आत्मिक जो रिश्ता है अब तक बने रखने के लिए परमेश्वर सहायता किया. परमेश्वर का दास को अब सामर्थ्य तरीके से इस्तेमाल कर रहा है, इसलिए मैं परमेश्वर का धन्यवाद करता हूँ. ഇന്ന് യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വില്യം ജോർജിനെ ഓർത്തും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. आज सभापति के तौर पर सेवकाई करने वाला परमेश्वर का दास पास्टर विलियम जॉर्ज जी को याद करते हुए मैं प्रभु का स्तुति करता हूँ. ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ഡെന്നി ഫിലിപ്പും അദ്ദേഹം എന്റെ ആത്മാർത്ഥമായ സ്നേഹിതനാണ്. ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായല്ലോ. और इस सेंटर की जिम्मेदारी निभाने वाला पास्टर डेनी फिलिप जी मेरे आत्मिक मित्र है और उनको भी मैं याद करते हुए प्रभु का स्तुति करता हूँ. എന്റെ കൂടെ അന്ന് ദൈവവചനം പഠിച്ചതിൽ
പാസ്റ്റർ ഗ്ലാൻസി എം വർഗീസ്, പാസ്റ്റർ എം ജി ജോണ്, പാസ്റ്റർ PV വർഗീസ്, പാസ്റ്റർ തോമസ് ആദിയായവരെല്ലാം ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനമായി ഞാൻ കണക്കാക്കുന്നു. मेरे साथ वचन की शिक्षा पाया हुआ पास्टर ग्लैंसी तो वर्गीस, पास्टर MG जोब, पास्टर PV वर्गीस, पास्टर थॉमस इत्यादि लोग आज हमारे साथ जुड़ गए हैं और इसके मैं अति आनंदित हूं और प्रभु का स्तुति करता हूं. ചർച്ചക്കോടിന്റെ സെൻട്രൽ പാസ്റ്ററും ചർച്ചക്കോടിലെ സീനിയർ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ PV ചെറിയാൻ അവർകളെയും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और चर्च ऑफ गॉड की और जो अध्यक्ष के तौर पर सेवकाई कर रहे हैं पास्टर PV चरियान जी भी आज हमारे साथ जुड़े हैं, उनको भी याद करते हुए प्रभु का स्तुति करता हूं. മഹാരാഷ്ട്ര റീജിയന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ KM വർഗീസ്, അതിന് അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളായ പല പ്രിയപ്പെട്ടവരും ഇതിൽ കാണുന്നു. എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുന്നു. और महाराष्ट्र रीजन की जिम्मेदार निभाने वाला पास्टर KM वर्गीस जी को याद करते हुए और इस प्रकार कई पथ में परमेश्वर की सेवकाई करने वाले लोगों को मैं देख रहा हूं. सभी को प्रभु यीशु मसीह के नाम में वंदन. പാസ്റ്റർ ഷാജി ഇടിക്കള, പാസ്റ്റർ ഉമ്മൻ വർഗീസ് ആദിയായ കർത്തൃദാസന്മാരെയും എല്ലാവരും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെയും ഒക്കെ കാണുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पास्टर शाजी डिकुला, पास्टर उमन वर्गीस जी और इन सारे लोगों को और कुछ लोगों को मैं देख नहीं पा रहा हूं. उन सभी को याद करते हुए प्रभु का स्तुति करता हूं. ഞാൻ ബോംബെ പ്രവർത്തിക്കുമ്പോൾ ആരംഭകാലങ്ങളിൽ തന്നെ എന്റെ ആത്മാർത്ഥ സ്നേഹിതനായിരുന്ന ബ്രദർ CM വർഗീസ്, പിന്നീട് ബോംബെയിൽ വന്ന ബ്രദർ NS വർഗീസ് ആദിയായവരും ഇതിലുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और जब मैं मुंबई में आकर प्रभु की सेवकाई कर रहा था, उस समय में परिचय किया हुआ जो CM वर्गीस अचायन और पश्चात में आया हुआ NS वर्गीस जी को सबको मुझे देखने के लिए प्रभु ने मौका दिया, इसलिए प्रभु का स्तुति करता हूं. ഞാൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞെങ്കിലും പേര് പറയാത്ത അനേക പ്രിയപ്പെട്ടവർ എന്നോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ പലരുടെയും പേര് പറയുമ്പോൾ ചിലരുടെ വിട്ടുപോയാൽ പ്രയാസമാകുന്നുണ്ട്. നിങ്ങളെ എന്നോടുള്ള ബന്ധത്തിലും മഹാരാഷ്ട്ര വെസ്റ്റ് ഡിസ്ട്രിക്റ്റിനോടുള്ള ബന്ധത്തിലും കടന്നു വന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. कई सारे लोगों का नाम लेने के लिए प्रभु मुझे सहायता किया, लेकिन कई ऐसे सारे लोग आज परमेश्वर की और जो उपस्थित में इकट्ठे हुए हैं और कुछ लोगों का नाम मैं नहीं ले पा रहा हूं. और लेकिन सभियों को मेरे साथ जुड़े हुए और जो IPC जो कन्वेंशन में जुड़े हुए सारे लोगों को और मैं परमेश्वर के नाम पे मैं वंदन व्यक्त करता हूं. परमेश्वर सभियों को बहुतायत से आशीषित करने पाए. ഞാൻ നോക്കിയപ്പോൾ 155 വിൻഡോകളും ഓപ്പൺ ഉണ്ട്. പ്രൗഢോജ്വലമാകുന്ന ഒരു വേദിയുടെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. जब मैं देख रहा था उस समय में 155 लोग और जूम प्लेटफॉर्म में जुड़े हुए हैं. इस प्रकार एक बड़ी और बेहतरीन और सदस्य के सामने में और मैं उपस्थित हूँ, उसको याद करते हुए मैं परमेश्वर का स्तुति करता हूँ. സൗദി അറേബ്യ മുതൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. और सऊदी अरेबिया से, आयरलैंड से, लंदन से और कई देश से बैठे हुए और आज की सभा में भागी बन रहे हैं. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു വാക്യം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. और आज की അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. आज की वचन की मनादी के लिए पहला पत्रस 5:7 पढ़ना चाहता हूँ. अपनी सारी चिंता उसी पर डाल दो क्योंकि उसको तुम्हारा ध्यान है. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. हमारा परमेश्वर हमारे ध्यान करने वाला परमेश्वर है. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവരെയും ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. परमेश्वर हमारे विषय में जो ध्यान रखता है उन सारी बातों को अब तक हम समझ नहीं पाया है. നമ്മൾ പലപ്പോഴും ഒരു വീട് മേടിക്കുമ്പോഴും കാർ മേടിക്കുമ്പോഴും മറ്റേതെങ്കിലും കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോഴും ഒക്കെ ദൈവം എനിക്ക് വേണ്ടി കരുതി എന്ന് പറയാറുണ്ട്. എന്നാൽ അതല്ല, അത് കരുതൽ തന്നെയാണ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ, നിത്യതയിൽ തന്നെ നമ്മെ തിരഞ്ഞെടുത്ത ദൈവം നമുക്ക് വേണ്ടി മുന്നുകൂട്ടി പല കാര്യങ്ങൾ കരുതിയതായി ദൈവ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
और जब हम कोई मकान खरीदते हैं, गाड़ी खरीदते हैं या बच्चों की आशीष की बातें हो जाते हैं, उस समय में हम इस प्रकार कहते हैं कि परमेश्वर ने हमें संभाला, परमेश्वर हमारे विषय में ध्यान दिया। लेकिन प्रियो, इससे बढ़कर अनादि से हमें संभालने वाला परमेश्वर, जो अनंतता तक हमारी हर बातों को संभालने वाला परमेश्वर, उससे बढ़कर हमारी सारी बातों को जानते हुए हमारी हर पद में, हर मोड़ में परमेश्वर हमें संभाल रहा है और आगे बढ़ा रहा है। ഇന്നും ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടു വരാതെ മറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ ഒരു ദിവസം നാം അതെല്ലാം അറിയുന്ന ഒരു ദിവസം ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. और अब तक कुछ ऐसी बातें जो प्रकट नहीं हुआ है, ईश्वरीय कार्यों को हम समझ नहीं पा रहा है, लेकिन ऐसा दिन को याद करते हुए मैं प्रभु का स्तुति करता हूं जिस दिन उन सारे बातें खुलकर प्रकट हो जाते हैं। ആവർത്തന പുസ്തകം 29 അധ്യായം 28 വാക്യത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ അത്രേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और जब हम व्यवस्था विवरण का किताब 29वां अध्याय 28वां पद को देखते हैं, वहां पर इस प्रकार बताया है जी छिपे हुए बातें परमेश्वर का होते हैं। സദൃശവാക്യം 25:2 മറച്ചു കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. और जब हम नीति वचन की 25 का 2 यहाँ पर हम देखते हैं, वहां पर परमेश्वर हमें इस प्रकार बता रहा है कि परमेश्वर की महिमा गुप्त रखने में है, परंतु राजाओं की महिमा गुप्त बात का पता लगाने से होती है। വിശുദ്ധ പൗലോസ് അതിനെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 13 അധ്യായം 9 വാക്യം, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ अंशमाയത് നീങ്ങിപ്പോകും. लेकिन इस विषय में प्रेरित पौलुस कोरिन्थियों की पहली पत्री 13वां अध्याय 9वीं पद में इस प्रकार बता रहा है, क्योंकि हमारा ज्ञान अधूरा है और हमारी भविष्यवाणी अधूरा है और हम इस प्रकार संपूर्ण होकर अब तक नहीं समझ रहे हैं। അതിന്റെ 12 വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും, ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെടേണ്ടതുപോലെ അറിയും. और उसकी 12वीं आयत में इस प्रकार हम देखते हैं, अब दिखाई देता है परंतु उस समय आमने सामने देखेंगे, इस समय मेरा ज्ञान अधूरा है परंतु उस समय ऐसी पूरी रीति से पहचानूंगा जैसा मैं पहचाना गया हूं। ഉദാഹരണം പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ദൈവവൈതലിന്റെ മേൽ കാവലിന് വേണ്ടി 2 ദൂതന്മാരെയെങ്കിലും ദൈവമാക്കും. उदाहरण के तौर पर अगर बताए जाए, एक परमेश्वर की संतान को रखवाला करने के लिए कम से कम 2 पहरुओं को परमेश्वर दिया गया है। ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോൾ വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകാമായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത് എന്താ, പെട്ടെന്ന് ഞാൻ അത് കണ്ടുകൊണ്ട് വെട്ടിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന. എന്നാൽ അങ്ങനല്ല, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ നിന്ന് ആ ദുർഘടങ്ങളെ നിരപ്പാക്കിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ദൂതന്മാർ എന്നോട് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വഴികളും സംരക്ഷണങ്ങളും എല്ലാം ഓർക്കുമ്പോൾ നാം ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാനിടയായിത്തീരും. और मानो अभी मैं गाड़ी चला रहा हूं और जैसे एक दुर्घटना होने जा रहा है, तुरंत ही मैं स्टीयरिंग व्हील घुमा लेता है और उसके पश्चात इस प्रकार बताता है कि मैं इस प्रकार करने के कारण बड़ी दुर्घटना से मैं बच गया। लेकिन प्रियो, परमेश्वर की स्वर्गदूत हमारी रखवाली करने के कारण उस बात को हम अधूरा तौर पर अभी जानते हैं, लेकिन ऐसा एक दिन होते हैं जिस दिन हम उन लोगों से बातें करते हुए पूरी तौर पर इस विषय का ज्ञान पाते हैं। उस समय में वो बता देंगे कि कैसे कैसे हम बच गए हैं और कैसे कैसे परमेश्वर की संभालने को हम अनुभव किए हैं। ഞാൻ ഇന്ന് ദൈവവനത്തിൽ പേര് പറയപ്പെട്ട 12 പേരുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം പ്രവർത്തിച്ചത് അവരറിയാതെ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. और मैं इस प्रकार इच्छा रखता हूं कि परमेश्वर की पवित्र शास्त्र से भरे ऐसी जन को आपके सामने रखते हुए उनके अनजाने में परमेश्वर कैसे उनका जीवन में कार्य किया, उन बातों को आपके सामने प्रस्तुत करने के लिए चाहता हूं। എന്നാൽ എനിക്ക് അത് 12 കാര്യവും പറയണമെങ്കിൽ 12 മണിക്കൂർ വേണം.
എനിക്ക് 1 മണിക്കൂറാണ് തന്നേക്കുന്നത്. അതിൽ പകുതി പരിഭാഷക്കാരൻ കൊണ്ടുപോകും, ബാക്കിയുള്ള സമയമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറവാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ ജസ്റ്റിനും എന്റെ കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और मैं इन 12 लोगों को आपके सामने प्रस्तुत करने के लिए कम से कम 12 घंटा चाहिए, लेकिन समय की कमी के कारण मैं शीघ्र ही बताना चाहता हूँ। अनुवाद करने वाला भाई भी मेरा समय काट जाता है और मैं इस प्रकार आशा करता हूँ अनुवाद करने वाला भाई मेरे साथ सहयोग करे। ദാവീദ് അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 34-ഉം 35-ഉം വായിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും പിന്നൊരിക്കൽ ഒരു കരടിയും വന്ന് ആടുകളെ ആക്രമിക്കുവാനായി വന്നു. ആടിനെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ അതിന്റെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ അടിച്ച് കൊന്നുകളഞ്ഞു. और जब हम पहली शमूएल का किताब 17वां अध्याय 34 और 35वां पद को देखते हैं, वहां पर दाऊद अपने पिता की भेड़ बकरियों को चराने के समय में वहां पर एक भालू आते हैं और उसके पंजे से अपनी जो भेड़ों को बचा देते हैं। उसके बाद एक सिंह आ जाते हैं, उसको मार गिरा कर उसकी हाथ से और दाऊद अपनी भेड़ बकरियों को बचा लेता है। 3 ആഴ്ച മുമ്പ് വരെയും എനിക്ക് ആ കാര്യം സിംഹവും കരടിയും വന്നു, ദൈവം സഹായിച്ചു, ആടിനെ വിടുവിച്ചെന്ന് മാത്രമേ തോന്നിയുള്ളൂ. എന്നാൽ ഞാൻ ദൈവത്തിൽ പഠനത്തിൽ ചിന്തിച്ചപ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് വെളിപ്പെടുവാനിടയായി. और 3 हफ्ते पहले तक मैं केवल इस प्रकार सोच रहा था कि परमेश्वर उसकी सहायता किया और भालू से और सिंह से भेड़ बकरियों को और स्वयं को बचाने के लिए सहायता मिला। लेकिन अब मैं उसके विशालता से उसको प्रकट रूपी बातों को मैं समझ रहा हूं। നിങ്ങൾക്കറിയാമോ, ആ സിംഹവും കരടിയും സ്വയമേ വന്നതല്ല. ആ സിംഹത്തെയും കരടിയെയും പറഞ്ഞയച്ചത്, ആടിനെ പിടിക്കുവാനായി പറഞ്ഞയച്ചത് സർവശക്തനാകുന്ന ദൈവമായിരുന്നു. और क्या आप जानते हो कि भेड़ जो ये भालू और जो सिंह यूं ही आया है? बिल्कुल नहीं है। उसे जो बेचने वाला हमारा परमेश्वर ही था। ദൈവം കണ്ടു ഇസ്രായേൽ ജനത്തിനെതിരായ ഒരു ഗോലിയാത്തും അവന്റെ 4 സഹോദരന്മാർ വേറെ ഉണ്ട്. ഇവർ എഴുന്നേൽക്കുവാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ജനത്തെ 40 ദിവസം അവൻ വെല്ലുവിളിച്ചു. ഇസ്രായേലിന്റെ രാജാവും പട്ടാളക്കാരും ഓടി ഒളിച്ചു. അല്പം കൂടെ കഴിയുമ്പോൾ ഇവ ആരുമില്ലെന്ന് കാണുമ്പോൾ അവൻ ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് വരും. അവരെ കൊന്നുപിടിക്കുന്ന ഒരു കാഴ്ച സ്വർഗസ്ഥനാകുന്ന ദൈവം കണ്ടു. और क्योंकि स्वर्ग में विराजमान परमेश्वर इस बात को देखा है और जो फलिस्ती लोगों में से एक गोलियत आएगा, उसके 4 भाई भी मिलकर आएगा और 40 दिन तक इस पार ललकारते हुए इस्राएलियों को चुनौती देगा। और जब वो लोग पीछे हटेंगे, इस्राएली लोगों को मार गिराने की दृश्य को पहले से ही स्वर्ग का विराजमान परमेश्वर देख चुका था। അപ്പോൾ ദൈവം വിചാരിച്ചു, ഈ ഗോലിയാത്തിനെ എതിരിടുവാൻ ഇസ്രായേൽ രാജാവിനും പട്ടാളക്കാർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേക തൈലം തലയിൽ ഒഴിച്ച ഒരു ദാവീദിനെ ദൈവം അതിനു വേണ്ടി കണ്ടു. और इसलिए परमेश्वर, और जब इस्राएली लोगों की सिपाही लोग जिस विषय को और जीत नहीं सकता है, इसलिए परमेश्वर ने ऐसा एक व्यक्ति को देखा, उसके सिर पर अभिषेक तेल को उंडेलते हुए दाऊद को परमेश्वर ने देखा। അതിനുവേണ്ടി ദാവീദിന്റെ ഹൃദയത്തിന് ധൈര്യവും ഒരു തന്റേടവും വരുത്തി കൊടുക്കണമെങ്കിൽ ഒരു സിംഹത്തെയും കരടിയെയും അവൻ കൊന്ന അവന്റെ എക്സ്പീരിയൻസ് അവനെ ഒരു ബലമാക്കി മാറ്റുമെന്ന് ദൈവം കണ്ടു. അതിനുവേണ്ടിയാണ് ദൈവം സിംഹത്തെയും കരടിയെയും ആടിന്റെ മേലെ അയച്ചത്. और इस प्रकार फलिस्ती लोगों से जीत पाने के लिए, उनकी मानसिक हियाव और हिम्मत देने के लिए परमेश्वर पहले से ही इस प्रकार की अनुभव पाते हुए और पाने के लिए एक सिंह और भालू को दाऊद की ओर भेज रहा है। ദാവീദ് ശൗലിനോട് പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോ? ശൗല് ചോദിച്ചു, ദാവീദേ, നീ ബാലനല്ലേ, നിനക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എന്റെ അപ്പന്റെ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹവും കരടിയും വന്നു, ഞാൻ അതിനെ കൊന്നുകളഞ്ഞു. ആ വലിയ ധൈര്യമാണ് ദാവീദിനെ ഗോലിയാത്തിന്റെ മുൻപാകെ നിർത്തുവാനിടയായത്. और जब शाऊल दाऊद से पूछता है कि क्या तुम इस बात को और कर पाएगा, तब दाऊद इस प्रकार जवाब दे रहा है, यहोवा जिसने मुझे सिंह और भालू दोनों के पंजे से बचाया और मुझे फलिस्ती के हाथ से भी बचाएगा। इस प्रकार भालू और सिंह को मार गिराने की अनुभव से पाया हुआ बड़ी हिम्मत से ये आगे बढ़ रहा है। ദാവീദ് വലിയ അമാനുഷനൊന്നുമല്ല, ഒരു ബാലനാണ്.
और दाऊद जो बड़े डील डोल का व्यक्ति नहीं है, वो एक जवान लड़का है। അവന്റെ വീട്ടിൽ നിന്ന് തന്നെ അവനെതിരായി തിരസ്കരണം ഉണ്ടായിട്ടുണ്ട്. और उसका घर का ही लोग उसकी कोई भाव नहीं देता था, लोग उसे तिरस्कार करते थे। ബൈബിൾ പറയുന്നില്ലെങ്കിലും യഹൂദ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദ് ഇശ്ശായിയുടെ വെപ്പാട്ടിയുടെ മകനിൽ നിന്ന് ജനിച്ചവനാണെന്നാണ്. और बाइबल में इस बात को बताया तो नहीं है, लेकिन इस प्रकार जो यहूदी लोगों की परंपरा कहता है कि दाऊद जो है और इस प्रकार एक रखैली की बच्चा है। അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയിൽ നിന്ന് ജനിച്ച മക്കളെ പട്ടാളത്തിലും നല്ല ജോലിക്കും വിട്ടപ്പോൾ തിരസ്കരണം വന്നതുകൊണ്ടാണ് വെപ്പാട്ടിയുടെ മകനെ ആടിനെ തീറ്റുവാനായിട്ട് അയച്ചത്. और इसलिए ईशाई जो है अपनी खुद की बच्चों को और नौकरी के लिए सिपाही के तौर पर सेना में भेज दिया, और इस प्रकार और जो रकेली की बच्चे को और उसने और भेड़ बकरी चराने के लिए भेजा। മനുഷ്യനാൽ എപ്പോ നമുക്ക് തിരസ്കരണം ഉണ്ടാകുമോ അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രതികരിപ്പാനായി ഇറങ്ങി വരുന്നത്. और प्रियो, जब मनुष्य हमें जब धिक्कार करते हैं, तिरस्कार करते हैं, तब परमेश्वर हमारी सहायता के लिए हमारे पक्ष में आ जाता है। ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മൂത്ത സഹോദരൻ ഏലിയാവ് എന്ന് പറഞ്ഞു, എടാ നിന്റെ അഹങ്കാരവും ഉന്നതഭാവവും ഒക്കെ എനിക്ക് അറിയാമടാ, ആടല്ല വെന്തിയടാ. കാരണം ഈ പുള്ളിക്ക് ഒരു പകയുണ്ട്. ശൗമേൽ പ്രവാചകൻ വന്നപ്പോൾ രാജാവാകാൻ തല കുനിച്ചു കൊടുത്തതാ, കിട്ടിയില്ല. വെപ്പാട്ടിയുടെ മകൻ കൊണ്ടുപോയി. അതിന്റെ വൈരാഗ്യം വല്ലതും ഉണ്ട്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ചെവിക്ക് പിടിച്ചൊരു കറക്കിട്ട് പോടാ ആടിനെ നോക്കടാ എന്ന് പറഞ്ഞയച്ചു. അവിടെയും ദാവീദ് വിവേകത്തോടെ ഇടപെട്ടത് അവനെ വിട്ടു മറ്റൊരുത്തന്റെ അടുക്കൽ പോയി എന്നുള്ളതാണ്. और प्रियो, इस प्रकार और जब वो जो सेना के पास आया, दाऊद की बड़ा भाई एलिया जो है इस प्रकार उसे निंदा करके बातें किया, और तुम्हें तो जो भेड़ बकरियां चराने की कार्य दिया था वह तुम जाके उसी को करो, क्योंकि एलिया जो है पहले से ही उसे घृणा करता था। क्योंकि जब शमूएल के द्वारा राजा की अभिषेक करने के समय में उसने तो अपने सिर झुकाते हुए उसके सामने गया तो था, लेकिन कार्य नहीं बना था। പിൽക്കാലത്ത് ദാവീദ് പാടി 18-ാം സങ്കീർത്തനം 34-ാം വാക്യം, അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. और उसके पश्चात दावीद तो इस प्रकार गीत गाते हैं। 18वां वचन की उसकी 34वां वचन में इस प्रकार वो गाता है, वह मेरे हाथों को युद्ध करना सिखाता है, इसलिए मेरी बाहों से पीतल का धनुष झुक जाता है। 144-ാം സങ്കീർത്തനം 1-ാം വാക്യം, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. और जो 144वां वचन उसकी पहला आयत में हम इस प्रकार देखते हैं, धन्य है यहोवा जो मेरी चट्टान है, वह मेरे हाथों को लड़ने और युद्ध करने के लिए तैयार करता है। ദാവീദേ, നിനക്ക് മനസ്സിലായില്ല, സിംഹവും കരടിയും വന്നപ്പോൾ വനത്തിൽ നിന്ന് യാദർച്ഛിയാ വന്നെന്നാ നീ വിചാരിച്ചത് അല്ല. നിന്നെ ഒരു ഗോലിയാത്തിന്റെ മുമ്പിൽ നിർത്തി ഇസ്രായേലിന്റെ ദൈവത്തിന് ഒരു വിജയം കൊടുക്കേണ്ടതിനു വേണ്ടി, നിന്നെ അഭ്യസിപ്പിക്കുവാൻ വേണ്ടി, നിന്റെ മനസ്സിന് ധൈര്യവും ഉറപ്പും തരുവാൻ നിന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ബോധ്യം നിന്നിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി ദൈവം അയച്ചതാണ് ആ സിംഹവും കരടിയും. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിനക്കെതിരായി ചില പ്രതികൂലങ്ങൾ ശക്തിയായി വരുമ്പോൾ നീ തകർന്നു പോകരുത്. അതിന്റെ പുറകിലും ദൈവത്തിന്റെ കരമുണ്ടെന്ന് കേട്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. हे दाऊद, तूने क्या सोचा है कि वो जंगल से इस प्रकार सिंह और भालू यूं ही आया है क्या? आकस्मिक तौर पर आया है क्या? लेकिन वैसा नहीं है। तुम्हारी हाथों को बलवंत करने के लिए, तुम्हारे अनुभव को दृढ़ करने के लिए परमेश्वर इस प्रकार लड़ाइयों को जीतने के लिए पहले से तुम्हें सिखाने के लिए इस प्रकार भालू और सिंह को भेजा है। इसलिए प्रियो, मैं आप लोगों से इस प्रकार संदेश देता हूं, और जब समस्या और मसले और मुसीबत बातें आने के समय में परमेश्वर तुम्हें पहले से ही बलवंत करने के लिए तुम्हारे पास इस प्रकार की बातों को परमेश्वर भेजता है। അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം, ഇസഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണുവാൻ വഴിയാതെ വണ്ണം മങ്ങിയപ്പോൾ. और आगे की बात को मैं आना चाहता हूं। जब हम उत्पत्ति का किताब 27वां अध्याय पहली पद को जब इस प्रकार पढ़ते हैं, जब इसहाक बूढ़ा हो गया और उसकी आंखें ऐसी धुंधली पड़ गई कि उसको सूझता ना था। ഇസഹാക്ക് ദീർഘനാളുകളിൽ ആളുകളെ പോലും തിരിച്ചറിയാൻ വയ്യാതെ വണ്ണം, ടച്ച് ചെയ്ത് നോക്കിയാൽ പോലും കാര്യങ്ങൾ അറിയാതെ വണ്ണം
ഇസ്ഹാക്ക് നീർനാളികൾ അന്ധനായിരുന്നു എന്ന് വേണേ और പറയാം. हम इस प्रकार कह सकते हैं कि और उसके बगल में आने वाला व्यक्ति को भी सही तरीके से पहचान नहीं पाता था और छू कर भी उसको समझ नहीं पाता था. इस प्रकार उसकी आंखों में धुंधली पड़ा हुआ स्थिति में कई लंबी समय जिया कर हम समझ सकते हैं. എന്നാൽ മോശയെ കുറിച്ചൊക്കെ പറയുമ്പോൾ മോശയുടെ ആയുസ് 120 വർഷമായിരുന്നു. അവന്റെ കണ്ണു മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. और लेकिन मूसा का विषय में इस प्रकार कहते हैं कि उसकी कुल अवस्था 120 साल की थी और उसकी आंखों में कभी भी धुंधला नहीं पड़ा, उसकी जो ताकत कभी कमजोर नहीं हुआ. ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ദൈവമേ, അവിടുന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നുണ്ടല്ലോ. മോശയുടെ കണ്ണു മങ്ങാതെ സൂക്ഷിച്ച് അങ്ങേക്ക് मैं पूछना चाहता हूँ, जब हम प्रार्थना करते हैं और अब्राहम का परमेश्वर, इसहाक का परमेश्वर इस प्रकार प्रार्थना करते हैं, जब मूसा नबी की आंखों में बिल्कुल धुंधला ना होते हुए उसकी आंखों की रोशनी संभाला हुआ परमेश्वर इसहाक का विषय में इस प्रकार क्यों नहीं संभाला? പഴയ നിയമത്തിൽ 900 പരം വർഷങ്ങൾ ജീവിച്ചിരുന്നവരുണ്ടോ? അവരുടെ എല്ലാം ആയുസ് എഴുതുമ്പോൾ അവരുടെ ആരുടെയും കണ്ണു മങ്ങിയതായി രേഖപ്പെടുത്തിയിട്ടില്ല. आप पवित्र शास्त्र को जानते हैं तो है और अवस्था रखने वाले कई सारे लोगों के अंत में दलित हम नहीं पढ़ते हैं. എന്നാൽ ഇസ്ഹാക്കിന്റെ കാര്യം, अब लेकिन इसहाक के विषय में पवित्र शास्त्र में पवित्र आत्मा इस प्रकार लिखता है कि कई तक इसहाक की आंखों में धुंधली पड़ गई. എന്റെ അഭിപ്രായം 10-25 വർഷക്കാലം പദ്ദന്നാരാമിൽ പോയി തിരിച്ചു വന്ന് ഏശാവ് യാക്കോബും കൂടെ समझता हूँ और साल तक, और क्योंकि हम इस प्रकार पढ़ते हैं पद्दन आराम से याकूब और एसाव आकर और जो इसहाक को मिट्टी दिया तो शायद 20-25 साल लंबी समय तक उसकी आंखों में धुंधली पड़ गई होगी. ഞാൻ വിചാരിക്കാറുണ്ട് ഇസ്ഹാക്ക് എത്രയോ വട്ടം കുഴികളിൽ വീണ് കാണും. അപ്പൊ അന്നത്തെ പോലെ സിക്കോ ഇന്നത്തെ പോലെ റോഡുകളോ ഒന്നുണ്ടോ? എത്രയോ പ്രയാസം കൂടെ ഇസ്ഹാക്ക് കടന്നുപോയി. എന്നാൽ ദൈവമേ, അതിന്റെ പുറകിൽ എന്താണ് പദ്ധതി അങ്ങയുടേത്? और मैं इस प्रकार समझता हूँ इसहाक तो कई बार गड्ढे में गिर गए होंगे, क्योंकि आधुनिक समय में हम देखते हैं पक्का रोड, इस प्रकार की मार्ग शायद उस समय में नहीं हुआ होगा. मैं आप परमेश्वर से इस प्रकार पूछता है कि है परमेश्वर, इसका पीछे आपकी योजना क्या है? പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിതാവിന്റെ അനുഗ്രഹങ്ങൾ മക്കൾക്കുണ്ടാകുക എന്നുള്ളത്. और पवित्र शास्त्र के पुराने व्यवस्था के अनुसार परमेश्वर से आशीषित होने के साथ साथ अपने पिता के आशीष भी पाना बहुमूल्य समझते थे. ഇസ്ഹാക്കിന്റെ കണ്ണ് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ജ്യേഷ്ഠന്റെ അവകാശങ്ങളും അനുഗ്രഹങ്ങളും യാക്കോബിന് കൊടുക്കത്തില്ല. തീർച്ചയായും ഏശാവിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. अगर इसहाक की दृष्टि तो सही होता, उसकी आंखें में धुंधली नहीं पड़ी होते, तो उस समय में बिल्कुल एसाव को पूरी आशीष नहीं दिया होता, दिया ही होता है, याकूब को बिल्कुल नहीं दिया होता. ഇസഹാക്ക് ഒരു ശാപ്പാട്ട് രാമനാണ്ട് കാട്ടിറച്ചിയൊക്കെ കൊണ്ടുവന്ന ടേസ്റ്റ് പിടിച്ച് അങ്ങനെ അവൻ കൊണ്ടുവന്ന ശാപ്പാടൊക്കെ കഴിഞ്ഞാൽ അനുഗ്രഹം മുഴുവൻ ഏശാവിന് കൊടുത്തേനെ. और ये इसहाक जो है एक पेटू आदमी है, इस प्रकार आहेर की और जो मांस खाने में और शिकार की आहार खाने में वो पसंद रखता था, और निश्चित तौर पर एसाव को ही वो आशीष दिया होते. തന്നെയുമല്ല, നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു നോക്കണമേ. റിബേക്ക ആടിന്റെ തോല്, കാരണം ഏശാവിന്റെ രോമം മുഴുവൻ രോമമാ, ദേഹം മുഴുവൻ രോമമാ. യാക്കോബിന് അതില്ല. അതിന് രോമം കാണിക്കാനായി അന്ന് അറുത്ത ആടിന്റെ തോൽ അവന്റെ കയ്യെ വെച്ച് കെട്ടി. ഇന്നത്തെ പോലെ പ്ലാസ്റ്റർ ഒന്നുമില്ല. തുണി കൊണ്ടോ കയറ് കൊണ്ടോ വെച്ച് കെട്ടിക്കൊണ്ട മോനെ ഇങ്ങോട്ട് വന്നേ. ശബ്ദം കേട്ടിട്ട് യാക്കോബിന്റെ അല്ല, നിന്റെ മൂത്തമാനാണ് ഏശാവ. തപ്പി നോക്കിയിട്ട് നമ്മൾ നോക്കുന്നത് ടച്ചിങ് സെൻസേഷൻ പോലും ദൈവം ഇസ്ഹാക്കിനെ എടുത്തു കളഞ്ഞു.
और एसाव जो है ग्रोवर आदमी था, लेकिन याकूब तो वैसे नहीं थे। और उसकी मां रेबेका जो है, और इस प्रकार जो भेड़ की और जो और चमड़े निकाल कर उस रोवीले तौर पर उसे हाथ में बांधते हुए, शरीर में बांधते हुए, और जो याकूब को इसहाक के सामने भेजता है। छू कर भी पहचानने की क्षमता उस समय में इसहाक का जीवन में नहीं था। നമുക്കറിയാം, ആട്ടിന്റെ രോമത്തെ തൊട്ടു നോക്കുന്നത് ഒരു മനുഷ്യന്റെ ദേഹത്തെ തൊട്ടു നോക്കുന്നത് വ്യത്യാസമില്ലയോ? അല്ലയോ ഇസ്ഹാക്കേ, നിന്റെ ടച്ചിങ് സെൻസേഷൻ പോലും ദൈവം എടുത്തു കളഞ്ഞു. കാരണം ഞാൻ തിരഞ്ഞെടുത്ത എന്റെ മുൻനിർണയ പ്രകാരം ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസനാകുന്ന യാക്കോബിന് അനുഗ്രഹം നൽകേണ്ടതിന് വേണ്ടി ഇസഹാക്കിനെ ദീർഘനാളുകൾ ദൈവം കണ്ണു കാണാത്തവനാക്കി തീർത്തു. അതും നിങ്ങൾ ഓർക്കണമേ, തിരഞ്ഞെടുത്തവന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം മുൻകൂട്ടി ചെയ്ത ചില പദ്ധതികളായിരുന്നു. और प्रियो, इस प्रकार याकूब को आशीषित करने के लिए पहले से ही परमेश्वर इसहाक की आंखों की दृष्टि धुंधला करते हुए, और वो पहले से ही उसको आशीषित करने के लिए इस प्रकार कार्य किया है। और क्योंकि हम जानते हैं इसहाक जो है छू कर भी पहचान नहीं पाते हैं, उस प्रकार की सेंसेशन उसकी हाथ में से और निकल गया था। परमेश्वर इस प्रकार कार्य करते हुए याकूब का जीवन आशीषित करने के लिए, और इस प्रकार परमेश्वर इसहाक का जीवन में कार्य किया। അബ്രഹാമിന്റെ ഭാര്യയായ സാറ മക്കളില്ലാതെ മച്ചിയായിരുന്നു. अब्राहम की पत्नी सारा जो है एक भांज स्त्री थी। ഉൽപ്പത്തി 16:1-2 സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നു. जब हम उत्पत्ति का किताब 16वां अध्याय पहला और दूसरी पद को देखते हैं, वहां पर इस प्रकार लिखा है, अब्राहम की पत्नी सारा को कोई संतान न थी, और जो सारे ने अब्राहम से कहा, देख यहोवा ने तो मेरी कोख बंद कर रखी है। എന്നാൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ പാർക്കുന്ന സെർവൻ ക്വാർട്ടേഴ്സിൽ പ്രസവം വേണ്ടുവോളമാണ്. അവിടെ ജനിച്ചു വളർന്ന അഭ്യാസികൾ തന്നെ 318, അഭ്യാസികൾ അല്ലാത്തവർ ധാരാളം, പെൺപിള്ളാരെ കൂടെ കൂട്ടിയാൽ ഏകദേശം 1000 ചില്ലുവാനും പ്രസവങ്ങൾ അബ്രഹാമിന്റെ കൂടാരത്തിൽ ലേവേഴ്സ് ക്വാർട്ടേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. और देखिए, अब्राहम की तंबू में कोई बच्चा जन्म नहीं हो रहा है, और लेकिन उसकी सेवक की तंबुओं में और इस प्रकार जन्म होते हुए कई बातों को हम यहाँ पर देखते हैं। उसकी तंबू में या अब्राहम की नीचे और 318 जो योद्धा लोग थे, और उससे अलावा भी कई सारे लोग थे। ये सारे लोग वहां पर ही जन्म हुआ लोग हैं। और हम इस प्रकार समझ सकते हैं, सेवक लोगों की तंबुओं में कम से कम 1000 लोगों से अधिक बच्चे जन्मे हुए हैं। എന്റെ ഭാഷയെ പറഞ്ഞാൽ ഓരോ പ്രസവം നടക്കുമ്പോഴും സാറായൻ അബ്രഹാമിനോട് പറയും, അപ്പുറത്തെ കോരയും പ്രസവിച്ചു, ചെല്ലമ്മയും പ്രസവിച്ചു, ഓമനയും പ്രസവിച്ചു, എനിക്ക് മാത്രം കുഞ്ഞുങ്ങളില്ലല്ലോ. ഒരു ദിവസം അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, എന്റെ ഈ സ്വത്തുവക മുഴുവൻ ഏലിയാസർ അടിച്ചോണ്ട് പോകും, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞു. और इस प्रकार, और जो सेवक लोगों की तंबुओं में बच्चे जन्मने के समय में, और मैं अनुमान करता हूं, मैं इस प्रकार कल्पना करता हूं, और कि सारे तो अब्राहम से कहता है, देखो फलाना व्यक्ति के तंबू में, और देखो एक बच्चा जन्म हुआ है चल्लपन के घर में, और जो कोई किसी भी व्यक्ति के घर में इस प्रकार बच्चे जन्म हो रहा है, और लेकिन मैं तो निर्वश हो जाऊं, और मैं तो भांज स्त्री हूं। तब अब्राहम कह रहा है, और मेरी सारी संपत्ति की जो उत्तराधिकारी एलियासर बन जाएगा। സാറയ്ക്ക് മക്കൾ ഉണ്ടാകാഞ്ഞാൽ ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം സാത്താനും പ്രവർത്തിച്ചെന്ന, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞത് സാത്താനോടാണ് പറഞ്ഞത്. അതുകൊണ്ട് അബ്രഹാമിനെ വിളിച്ചപ്പോ തൊട്ട് സാത്താൻ ഒരു പേടി തുടങ്ങി, ഇവനീ കൂടെ ജയിക്കുന്ന മകനായിരിക്കും, ഒരു പക്ഷേ എന്നെ കൊല്ലുന്നത്, മക്കളെ കൊടുക്കാതിരിക്കാമെങ്കിൽ അത്. അപ്പൊ അതിനെ കുറിച്ച് ചിലർ പറഞ്ഞിങ്ങനെയാണ്, ദൈവം വിചാരിച്ചു, സാത്താനെ നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തോ, പുത്രോത്പാദനത്തിനുള്ള ശക്തി നഷ്ടപ്പെട്ടാലും ഞാൻ ഒരു കാര്യം നിർണയിച്ചാൽ ഞാൻ നടത്തിയെടുക്കുമെന്ന് സാത്താനെയും ദൈവം ബോധ്യമാക്കി. और इसके विषय में वेद वैज्ञानिक लोग इस प्रकार कहते हैं कि धर्मशास्त्र की ज्ञानी लोग इस प्रकार कहते हैं, और कि शैतान तो जो पहले और दिया हुआ प्रतिज्ञा को जानने के कारण इस प्रकार बता है, वह तेरे सिर का जो यहाँ पर बता रहा है कि तेरे वंश स्त्री के बीच में और तेरे वंश
और उसके वंश के बीच में भय उत्पन्न करेगा। इस प्रतिज्ञा को जानने के कारण और शैतान ने और जो स्त्रियों की सारा की कोख को बंद कर रखी करके कहता है। और लेकिन और इस प्रकार भी बताया जाता है कि अगर शैतान कुछ भी कार्य करे तू करने दो, लेकिन परमेश्वर इस प्रकार दावा करते हुए कहता है और जो उद्धार का रक्षक का जो संधान जो है तुम कुछ भी करेगा तो मैं उसमें से निकाल ही दूंगा। പാസ്റ്റർ ജസ്റ്റിൻ എക്സലന്റ് പരിഭാഷ, ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ദൈവത്തിന്റെ മറ്റൊരു ഗുണം, ഏതൊരു കാര്യം തിന്മയ്ക്കായി നമുക്ക് വേണ്ടി ആരെങ്കിലും ചെയ്താലും ദൈവം ഇതിന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. और प्रियो में एक बार फिर से बताना चाहता हूं, अगर कोई भी व्यक्ति हमारे लिए बुराई का कार्य करे, लेकिन हमारा परमेश्वर हमारी भलाई के लिए उन कार्यों को परिवर्तित करेगा. ദൈവം അതെന്താ നന്മയ്ക്കായി എടുത്തത്? और परमेश्वर ये भलाई के लिए क्या किया है? ഉൽപ്പത്തി 12:18-19 വായിക്കുമ്പോൾ, മിസ്രയീമിൽ പോയപ്പോൾ അബ്രഹാം സാറയോട് പറഞ്ഞു, നീ സൗന്ദര്യമുള്ളവളാണ്, എന്നെ കൊന്നിട്ട് നിന്റെ ഭാര്യയായിട്ട് എടുക്കും, നീ എന്റെ പെങ്ങളാണെന്ന് പറയണമെന്ന് പറഞ്ഞു. और जब उत्पत्ति का 18वां अध्याय में और हम देखते हैं अब्राहम जो मिस्र देश में चले जाते हैं, तब इस प्रकार कहता है, और मुझे मारकर तुम्हें पत्नी बना लेगा, इसलिए तुम मेरी बहन है कर कहे. അതിനെ കുറിച്ച് ഫറവോൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൾ എന്റെ സഹോദരി എന്ന് നീ എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. और उसके विषय में फिरौन इस प्रकार कहते हैं, तू इसके विषय में और मेरी बहन है कर क्यों कहा है? मैं तो इसे पत्नी बनाने की कारण क्यों हुआ है? സാറയുടെ ഗർഭം അടച്ചില്ലായിരുന്നു എങ്കിൽ ഫറവോനിൽ നിന്ന് സാറയ്ക്ക് ഒരു സന്തതി വെളി വരുമായിരുന്നു. അങ്ങനെ സന്തതി വെളി വന്നാൽ ഇസ്മായേലിനേക്കാൾ തന്റെ ജനത്തിന് ദോഷം ചെയ്യുന്നവനായി അവൻ തീരുമായിരുന്നു. സാറ പോലും അവന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അബ്രഹാം ഇസ്ഹാക്കിന് വരേണ്ട അനുഗ്രഹങ്ങൾ മുഴുവൻ ഇവനും അടിച്ചോണ്ട് പോകുമായിരുന്നു. അത് മുന്നമേ കണ്ട ദൈവം ഫറവോന്റെ അടുക്ക പോയെങ്കിലും അവളുടെ ഗർഭം അടച്ചത് കൊണ്ട് ഒരു സന്തതി വെളി വന്നില്ല. ദൈവമക്കളെ, ശത്രു പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്താലും ദൈവം ഒരു നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और देखिए प्रियो, फिरौन के पास सारा जाने के समय में सारा तो भांज स्त्री थी. अगर फिरौन के द्वारा सारा अगर बच्चा जन्मा है होते और तो इस प्रकार इस्माइल और जो इस्राएली लोगों के विरुद्ध में कितनी और जो कार्य किया, उससे बढ़कर फिरौन के संतान जो सारा से उत्पन्न हुआ है वो कर सकता था. इसलिए इन बातों को परमेश्वर पहले से ही जानने के कारण सारा की कोख को बंद करते हुए परमेश्वर वहां पर बड़ा कार्य करते हैं. प्रियो, हमारी जीवन में अगर बुराई भी हो जाए, परमेश्वर उन सारे कार्यों को परिवर्तित करते हुए हमारी जीवन में भलाई का कार्य करवा देता है. ഈ വിഷയം വന്നപ്പോ സാത്താൻ പിന്നെയും പ്രവർത്തിച്ചു. സാത്താൻ സാറായിൽ കയറി, എന്നിട്ട് സാറയെ കൊണ്ട് അബ്രഹാമിനോട് പറയിച്ചു, എന്നെ കൂടെ വേണമെന്നില്ലല്ലോ, ദാസ്യയുടെ അടുക്കലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ദാസ്യയുടെ അടുക്കൽ ചെന്നു. ഇസ്മായേൽ പുറത്തു വന്നു. ഇസഹാക്ക് ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് ദൈവം ഇറങ്ങി വന്ന് സാറയിൽ കൂടെ ഒരു മകൻ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി എനിക്ക് മകൻ വേണ്ട, ഇസ്മായേൽ എന്റെ മുൻപാകെ ജീവനോടുകൂടെ ഇരുന്നാൽ മതിയെന്ന്. और देखिए प्रियो, शैतान फिर से कार्य कर रहा है, सारा की द्वारा ही कार्य कर रहा है. सारा अब्राहम से कहता है और दासिया स्त्री से और बच्चे जन्मता है, इस्माइल बढ़ जाता है. और उसके पश्चात जो इसहाक जन्म होने से 1 साल पहले फिर से परमेश्वर की दूत आकर अब्राहम से भेंट करने के समय में अब्राहम कहता है, मुझे तो इस्माइल काफी है, उसे संभालते हुए मैं ठीक समझता हूं. എന്റെ ഭാഷയെ പറഞ്ഞാൽ സാത്താൻ എന്ന് പെരുമ്പറയടിച്ച് ആഘോഷമാക്കി. എന്റെ പദ്ധതി വിജയിച്ചു, വാഗ്ദത്ത സന്തതി വെളി വരത്തില്ല എന്ന് സാത്താൻ പെരുമ്പറയടിച്ചു. സാത്താനെ, നീ നിന്നെ പണിത്തുപോ. എന്റെ സ്വർഗത്തിലെ ദൈവം നിത്യതയിൽ ഒരു പ്ലാൻ ചെയ്താൽ അത് നടത്തിയെടുക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല എന്ന് ഞാൻ ദൈവത്തോട് ഓർപ്പിക്കട്ടെ.
और मेरी भाषा में मैं इस प्रकार कहना चाहता हूं, शैतान जो है ढिंढोरी पीटते हुए इस प्रकार ऐलान और घोषणा करता है कि मेरी योजना जीत पाई है, लेकिन है शैतान, परमेश्वर ने अगर कोई कार्य किया जाता है और योजना बनाता है, उसको पूरा करने के लिए सक्षम और सामर्थ्य और पूंजी परमेश्वर है, और परमेश्वर उस कार्य को जरूर पूरा करवाएगा। ഇപ്പൊ അബ്രഹാമും സാറായും പറയും, ദീർഘനാളുകൾ എന്റെ ഭാര്യയുടെ ഗർഭം അടച്ചത് കൊണ്ട് സ്തോത്രം, ദൈവത്തിന്റെ പ്രവർത്തനം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയെന്ന് അവർ പറയും. और अब जो है सारा और अब्राहम इस प्रकार परमेश्वर को स्तुति करेगा कि मेरी पत्नी सारा की कोख बंद किया, इसलिए धन्यवाद, परमेश्वर की महान कार्यों को देखने के लिए परमेश्वर मुझे मौका दिया, धन्यवाद। നാലാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 31-ാം വാക്യം. ലേയ അനിഷ്ടയെ യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ മച്ചിയായിരുന്നു. और चौथी विषय पर मैं शीघ्र आना चाहता हूं। उत्पत्ति की किताब 29 का 31 में हम इस प्रकार देखते हैं, अब यहोवा ने देखा कि लिया अप्रिय हुई, तब उसने उसकी कोख खोली, पर राहेल बांझ रही। ഇസ്രായേൽ ജനത്തിന്റെ ആചാരം അനുസരിച്ച് വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ആ സാധാരണ പെൺകുട്ടികൾ കുറഞ്ഞത് 3 കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത്. और इस्राएली लोगों की परंपरा के अनुसार कोई कुम्हारी और जो शादी के लिए तैयार होते हैं, कम से कम 3 बातों को करते कर हम पढ़ते हैं। വിവാഹ നിശ്ചയത്തിന് വരുമ്പോൾ ചെറുക്കൻ പെണ്ണിന്റെ കയ്യിൽ കുറെ താലന്തുകൾ കൊടുക്കും. അത് കളയാതെ അവൾ സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞ് മടക്കി കൊടുക്കണം. ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇവൾ ജീവിതത്തിൽ അവിശ്വസ്ത എന്ന് മുദ്ര കുത്തും. അതുകൊണ്ടാണ് കർത്താവ് 10 താലന്ത് ഒരു സ്ത്രീക്ക് 10 താലന്തിന് ഉപമ പറഞ്ഞത്. അതുകൊണ്ടാണ്. और जब इस प्रकार मगनी होते हैं उस समय में, और दुल्हा जो है दुल्हन के लिए कुछ चीजों को दिया जाता है, उसमें से कुछ भी और खोना नहीं चाहिए। शादी के समय में उन सारे चीजों को वापस देना होता है। अगर कुछ भी कम हो जाता है तो उसे अविश्वास योग्य ठहराएगा। इसलिए प्रभु यीशु ने 10 कुम्हारी की उपमा दृष्टांत बताया है। രണ്ടാമത്തെ കാര്യം, അവൾ ഒരു വിളക്ക് കൊളുത്തി വെക്കണം. കല്യാണ ദിവസം മാത്രമേ വിളക്ക് കെടുത്താൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഭർത്താവ് 10 കന്യകമാരുടെ ഉപമ പറഞ്ഞത്. और उसकी दूसरी बात इस प्रकार है, वहां पर उन्हें एक दीप दिया जलाने के लिए दिया जाता है, केवल शादी का दिन उसे बुझा देगा। इसलिए प्रभु यीशु मसीह 10 कुम्हारियों की दृष्टांत बताया। മൂന്നാമത്തെ കാര്യം, അവൾ ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ ഒരു പർദ്ദ കൊണ്ട് മുഖം മറയ്ക്കണം. കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ മാത്രമേ മുഖം കാണിക്കാവൂ, മറ്റാരെ മുഖം കാണിക്കുവാൻ പാടില്ല. और तीसरी बात इस प्रकार है कि एक पर्दा उसकी मुंह पर चेहरे पे डालते हैं, और जो मगनी का दिन डालते हैं, शादी के समय उसकी दुल्हा आकर उसको उठा लेते हैं, और तब तक किसी और को चेहरा दिखाना नहीं चाहिए। അതുകൊണ്ടാ യാക്കോബിന് അബദ്ധം പറ്റിയത്. ചേട്ടത്തി അനിയത്തി ഒരുപോലെ ഇരിക്കുമല്ലോ, പർദ്ദ ഇട്ടോണ്ട് വന്നപ്പോ അനിയത്തിയാന്ന് പറഞ്ഞാ കല്യാണം കഴിച്ചത്. നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോഴാ പൂച്ചക്കണ്ണി ലേയാന്ന് കണ്ടത്. അബദ്ധം പറ്റിപ്പോയതാ, പർദ്ദ ഇട്ടത് കൊണ്ട്. അവിടെ വല്യച്ഛൻ അബദ്ധം പറ്റിയത് ഈ ഒരു ഒറ്റ കാരണത്താലാണ്. ഇല്ലെങ്കിൽ പുള്ളി അതിന് ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു. और क्योंकि इसलिए और याकूब को इस प्रकार गलती हुआ है शादी के समय में, और दोनों बहनों को ठीक तरीके से उसने नहीं पहचाना, क्योंकि उसने जो उसकी चेहरा पर्दा डालते हुए ओढ़ दिए हुए थे। और इस प्रकार गलती हमारी जो दादा याकूब को इस प्रकार होने के कारण हुआ, नहीं तो ये गलती नहीं हुआ होते। എന്റെ ഭാഷയെ പറഞ്ഞാൽ കല്യാണം കഴിച്ചെങ്കിലും വല്യച്ഛായൻ അമ്മാമ്മയുടെ അടുക്ക പോകത്തൊന്നുമില്ല, വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ റാഹേലിനെയാണ് നോട്ടം മുഴുവൻ. റാഹേലിന്റെ അടുക്കലേ പോകത്തുള്ളൂ. റാഹേലിന്റെ ഗർഭം ദൈവം അങ്ങ് അടച്ചു. അതുകൊണ്ട് ലേയുടെയും ഗർഭം അടഞ്ഞിരിക്കുക. ആ റാഹേലിന്റെ ഗർഭം അടച്ചു പിള്ളേരുണ്ടാകത്തില്ലെന്ന് കണ്ടപ്പോഴാ അച്ചായൻ ചേട്ടത്തിന്റെ അടുക്ക പോയത്. और मेरी भाषा में मैं इस प्रकार बोलना चाहता हूं, वो तो और जो बड़ी बहन को तो इतना पसंद नहीं करती थी, और लेया के पास वो कभी नहीं जाया करता था ये, लेकिन राहेल का कोख दो जो परमेश्वर ने बंद कर रखा, और पश्चात में और कोई जो रास्ता नहीं है, इसलिए बड़ी बहन के पास उसने गया। ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകാരം ലേവിയും യഹൂദയും പുറത്തു വന്നപ്പോൾ, ദൈവത്തിന്റെ പ്ലാൻ പൂർത്തിയായപ്പോൾ ദൈവം റാഹേലിന്റെ ഗർഭം തുറന്നു. ഞാൻ പറയട്ടെ, റാഹേലിന്റെ ഗർഭം മനഃപൂർവ്വം അടച്ചതല്ല. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്ലാൻ പൂർത്തി വരുന്നത് വരെ റാഹേലിന്റെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞു. और प्रियो, जब लेवी और यहूदा
और जब लिया के कोख से निकल आया तब तक राहेल की कोख तो परमेश्वर ने बंद कर रखा है। परमेश्वर की कार्य जब तक पूरा नहीं हुआ है तब तक परमेश्वर इस प्रकार उसका कोख बंद किया है। ഇവിടെ വിവാഹം നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്നത് യാക്കോബിനോടുകൂടെ ലേയെന്നാ പ്രാർത്ഥിക്കുന്നത്. റാഹേലല്ല ദൈവത്തിന്റെ പദ്ധതിയിൽ ലേയാണുള്ളത്. ദൈവത്തിന്റെ പദ്ധതിയിൽ യഹൂദയും ലേവിയും ലേയിൽ കൂടെയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബിനോടുകൂടെ ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. और जब शादी की सेवकाई होते है उस समय में अधिकतर लोग इस प्रकार याकूब और राहेल के विषय में आशीष करते हुए बच्चों को आशीषित करते हैं, लेकिन उचित ये होगा याकूब के साथ लिया को जुड़ाते हुए आशीष देना अच्छा है, क्योंकि परमेश्वर की कार्य प्रकट होने के लिए लेवी और यहूदा लिया से उत्पन्न होया है, इसलिए हम इस प्रकार प्रार्थना करना उचित होता है। ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ റാഹേലിന്റെ ഗർഭം അടച്ചതും ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. अब तो आप लोग समझ लिया है कि राहेल का कोख बंद करके रखना परमेश्वर की योजना अनुसार था। അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. ഫറവോന്റെ പുത്രിയെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ബൈബിളിൽ ഇല്ല. അവള് കല്യാണം കഴിച്ച് അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും മോശ കുഞ്ഞിനെ എടുത്ത് വളർത്തത്തില്ല. और पांचवी विषय की ओर मैं आना चाहता हूँ। फिरौन की बेटी के विषय में मैं कहना चाहता हूँ उसको बच्चा है या नहीं पवित्र शास्त्र इस प्रकार नहीं बताता है, लेकिन एक हम कल्पना कर सकते हैं, अनुमान कर सकता है कि अगर उसे बच्चे हुआ होता तो मूसा नबी को नहीं लिए होते। അവക്ക് മക്കളില്ലാതെ നിർത്തിയതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ മുൻ നിർണയ പ്രകാരം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ 4ാം തലമുറ മടങ്ങി വരുമെന്ന് പറഞ്ഞു. 4ാം തലമുറയുടെ സമയമായപ്പോൾ എവിടെ രാജനിയമം എഴുതിയോ അവിടെ തന്നെ കുഞ്ഞിനെ വളർത്തുവാനുള്ള പദ്ധതികൾ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ അതിനു വേണ്ടി ഫറവോന്റെ പുത്രിക്ക് മക്കളില്ലാതാക്കി മോശ കുഞ്ഞിനെ എടുത്ത് വളർത്തുവാൻ ദൈവം പദ്ധതികൾ പ്ലാൻ ചെയ്തു. और देखिए परमेश्वर की योजना किस प्रकार है। और जो मिस्र देश में गया हुआ 4थी पीढ़ी के समय में ही वहां से निकलकर लोग इस्राएली लोग वापस आएंगे। इस प्रकार कार्य करने के लिए परमेश्वर फिरौन की बेटी के वंश को और नात देते हुए और वहां पर ही एक परमेश्वर की योजना के अनुसार और राजमहल में ही परमेश्वर ने मूसा नबी को और देकर परमेश्वर की कार्य करवाता है। जिस जगह से और इस्राएलियों के विरुद्ध में लेखा निकलवाया वहीं से उन्हें चुड़ाने का लेखा भी वहां से भेजकर परमेश्वर महान कार्य को करता है। ഞാൻ വായിച്ച കുറിവാക്യം വിട്ടു. അവർ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ അന്നേരം കരുതുകയല്ല, നിത്യതയിൽ തന്നെ നമുക്ക് വേണ്ടി മുൻനിർണയ പ്രകാരം പദ്ധതികൾ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തുന്നവനാണ് എന്റെ ദൈവം. और प्रियो हमने कुंजी पद पर तौर पर पढ़ाया हुआ उस वाक्य इस प्रकार है कि अपनी सारी चिंता उसी पर ढाल दो क्योंकि उसका तुम्हारा ध्यान है। प्रियो हमारी कुछ घटनाएं होने के उसी समय में परमेश्वर कार्य नहीं करते हैं। अनादि से हमारे विषय में हर बातों को नियत तरीके से किया हुआ परमेश्वर महान तरीके से हमारा जीवन में कार्यों को करता है। ഞാൻ ചിലപ്പോ വിചാരിക്കുന്നു ദൈവം പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ മോശയുടെ പെങ്ങളാ ഓടിച്ചെന്നത്. അമ്മയപ്പന്മാർ അവിടെ ഇല്ല. അവള് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗുജറാത്തിന് സാബു ഇതിനകത്തുണ്ട്. സാബുവിന്റെ മോള് മടി ഇരിപ്പുണ്ട്. 6-7 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മോശയെക്കാട്ടിൽ ഏകദേശം 3 വയസ്സിന് മൂത്തതാണ് അഹരോൻ. അഹരോനേക്കാൾ 3 വയസ്സോ 4 വയസ്സിനോ മൂത്തതാ മിരിയാം. 7 വയസ്സെന്ന് വിചാരിച്ചോ. 7 വയസ്സുള്ള ഒരു പെങ്കൊച്ചാണെങ്കിൽ ഞാനാണെങ്കിൽ ആ കൊച്ചെനിക്ക് അയ്യോ ഞങ്ങളുടെ കൊച്ചാണ്, ഞാനാണേ വെള്ളത്തിൽ വെച്ചത്, ഞാനാണേ തത്ത പറയുന്ന പോലെ പറഞ്ഞത്. പക്ഷേ ഇവൾ അവിടെ ചെന്നിട്ട് ഈ കൊച്ചിനെ അറിയുന്ന ഒരു ഭാവവും കാണിച്ചില്ല. ഭാവവും കാണിക്കാതെ പറയാണ് ഈ കൊച്ചിന് പാല് കൊടുക്കാൻ ഒരു തള്ളയെ വിളിച്ചോണ്ട് വരട്ടെ. അയ്യോ മോശയുടെ പെങ്ങൾ മിരിയാമേ, നിന്റെ ബുദ്ധി ദൈവം തന്നതാ. അതുകൊണ്ടാ നിന്റെ അമ്മ ഫറവോന്റെ കൊട്ടാരത്തിന് ശമ്പളം മേടിക്കുവാൻ ഇടയായിട്ടുള്ളത് നിനക്ക് ദൈവം തന്നെ ബുദ്ധി കൊണ്ടാണ്. आमेन। और देखिए परमेश्वर का महान कार्य परमेश्वर किस प्रकार कहते हैं
कि मिर्याम की अगर कुल अवस्था जिस समय में मूसा नबी को फिरौन की बेटी उठा लेते हैं उस समय में शायद 7 साल की होगी, और क्योंकि मूसा नबी से और 4 साल की बड़ा अहरोन होगा, अहरोन से 3-4 साल बड़े मिर्याम हो सकता है। 7 साल के बच्चे सारे कार्य को जिस प्रकार तोता बताती है उस प्रकार सारे बातों को बताने वाले बच्चे के समय होते हैं, लेकिन उसने बिल्कुल कुछ भी बातें नहीं कहते हुए सारी बुद्धि से समझदारी से इस प्रकार कहती है कि मैं इसको दूध पिलाने के लिए एक स्त्री को ले आता हूं, इस प्रकार बताते हुए उसका मां को ही राजमहल में दूध पिलाने के लिए और मजदूरी के साथ बुलाने वाली समझदारी लड़की बनते हुए परमेश्वर मिर्याम को इस्तेमाल किया। ദൈവത്തിന്റെ പദ്ധതികൾ കരുതലുകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. परमेश्वर की सारी संभालने वाली और सारी राहों को याद करते हुए मैं परमेश्वर का स्तुति महिमा करता हूं। ആറാമത്തെ കാര്യം, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. और छठवीं विषय, हन्ना तो निर्वंश थी, അതും ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. और यह भी परमेश्वर की योजना था। എഫ്രൈം മലനാട്ടിലെ രാമാറയും സോഫമിൽ എൽക്കാന എന്ന പേരിൽ പറഞ്ഞുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയക്ക് 2 ഭാര്യമാരാ, അന്നയും പെനിന്നെയും. ये एफ्राइम की तराई में रहने वाली एल्काना जो है और 2 पत्नी रखते थे, और हन्ना और पेनीना थे। वो അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു സീനിയർ പാസ്റ്റർ TJ രാജൻ എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്തതിൽ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. असेंबलीज ऑफ गॉड के वरिष्ठ सेवक पास्टर TJ राजन भी आज हमारे साथ जुड़े हुए हैं, उनको याद करते हुए परमेश्वर का स्तुति करता हूं। ഹന്നയും പെനിന്നെയും 2 പേര്. और हन्ना और पेनीना 2 पत्नियां। പെനിന്നയ്ക്ക് ഏകദേശം 10 മക്കൾ ഉണ്ടായിരുന്ന വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. और धर्मशास्त्र के वैज्ञानिक लोग इस प्रकार बताते हैं कि पेनीना कम से कम 10 बच्चे के मां है। അങ്ങനെ പറയാൻ കാര്യം, ഭർത്താവ് എന്ന് പറഞ്ഞു, ഹന്നെ 10 പിള്ളേരെക്കാൾ ഞാൻ നിനക്ക് നല്ലതല്ലയോ എന്ന് പറഞ്ഞാൽ ഈ 10 പിള്ളേരെ നോക്കിക്കൊണ്ടാ പറഞ്ഞത്, 10 പിള്ളേരെക്കാൾ ഞാൻ മാറിയെന്ന്. और क्योंकि उसकी पति इस प्रकार बताता है, उसकी बोरा तो पवित्र शास्त्र में हम देखते हैं कि और तुम्हें तो मैं 10 बच्चे से भी बढ़कर हूं ना, इस प्रकार बताने के कारण ये है, और कि उन 10 बच्चों को देखते हुए एल्काना इस प्रकार बताता है। മക്കളില്ലാത്ത അമ്മാമ്മയോട് ഞാൻ മതിയടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആശ്വാസമാണ്. और अगर बच्चे नहीं है ऐसी पत्नी के साथ पति जाकर बताएंगे और तुम छोड़ दो, परवाह ना कर, तुम्हारे लिए मैं काफी हूं ना, और कितनी शांति पाती है वो। ചിലർ ആശ്വസിപ്പിക്കാൻ വരാതിരിക്കുക നല്ലത്. और कुछ लोग तो शांति देने के लिए ना आया होते तो वही बढ़िया होता। പണ്ടൊരിക്കൽ പെരയ്ക്ക് തീ പിടിച്ചപ്പോ ഒരുത്തൻ ആശ്വസിപ്പിക്കാനായിട്ട് കന്നാസിയിരുന്ന വെള്ളം കൊണ്ട് പെരപ്പുറത്ത് കൊണ്ട് ഒഴിച്ചു. വെള്ളമല്ലായിരുന്നു, മണ്ണെണ്ണയായിരുന്നു. നോക്കിക്കോണേ, ആശ്വസിപ്പിക്കാൻ വന്നതാ. വെള്ളത്തിന് പകരം മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചു. एक बार जो है जो कच्चा घर आग पकड़ लिया, उस समय में आग बुझाने के लिए, और जो एक ड्रम में पानी है समझकर उसने लेके गया, लेकिन उस बर्तन में जो पानी नहीं था, मिट्टी का तेल था। इस प्रकार शांति देने के लिए कभी जाया ना कीजिए। യോബിന്റെ കൂട്ടുകാരി യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് അവനോട് പറയാ, നീ നഗ്നന്മാരുടെ തുണി ഉരിഞ്ഞെടുത്തെന്ന്. നഗ്നന്മാർക്ക് അവിടെ തുണി ഉള്ളത്, പിന്നെ അങ്ങനെ അവിടെ തുണി ഉരിഞ്ഞെടുക്കുന്നത് ചുമ്മാ പറയുമല്ലയോ. और योग के जो शांति देने वाले जो मित्र लोग आते हैं और इस प्रकार उन्हें दोष आरोपण करते हैं कि तुम तो नंगे लोगों की कपड़े उधार लिया है। क्या नंगे लोगों पे कपड़े होते हैं? क्या उधार सकते हैं? പണ്ട് ക്യാൻസർ വന്ന് അത്യാവശ്യം ഒരു അമ്മാമയെ കാണാൻ വേറെ 10 അമ്മാമ്മമാരായിരുന്നു. അതിൽ ഒരു അമ്മാമ ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയ 10 പേരുടെ ലിസ്റ്റ് അങ്ങ് തട്ടിവിട്ടു. എടാ, ഒരു ക്യാൻസർ വന്ന് മരിക്കാണ്ടിരിക്കുന്ന ആളിനോട് മരിച്ചുപോയ 10 പേരുടെ ലിസ്റ്റ് ആണോ പറയേണ്ടത്? സൗഖ്യമാക്കി അവിടെ ലിസ്റ്റ് അല്ലയോ പറയേണ്ടത്? അപ്പൊ ഇതുപോലെ വിവരക്കേട് പറയാൻ ചിലർ വരാതിരിക്കാൻ നല്ലത്. और एक बार जो है कैंसर की बीमारी से पीड़ित एक मौसी से मिलने के लिए 10 लोग बहन लोग गए, और उसमें से एक मौसी जी है और ऐसी बीमारी से मरे हुए 10 लोगों की और सूजी उनको सुनाते हैं। क्या इस प्रकार शांति देने के लिए निकम्मा तरीके से जाने से अच्छा ना जाने उत्तम होता? പെനിന്നെ ആരാധനയ്ക്ക് പോകുമ്പോഴൊക്കെ പ്രതിയോഗിയായി ഹന്നെ ദുഃഖിപ്പിക്കുമായിരുന്നു. और जो इस प्रकार और जो हन्ना आराधना के लिए कभी जब भी जाते थे उस समय में पेनीना उसे दुख दिया जाता था। ബാക്കിയുള്ള ദിവസം ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇടയിലും സൺഡേ വെള്ളിയാഴ്ച വരെ ഒരു കുഴപ്പമില്ല. ശനിയാഴ്ച ആകുമ്പോഴാണല്ലോ പ്രോബ്ലങ്ങൾ തുടങ്ങുന്നത്. और बाकी दिन में बिल्कुल कोई गड़बड़ी नहीं होती है। हमारे बीच में भी इसी प्रकार होते हैं। शुक्रवार तक कोई बात नहीं है, शनिवार से गड़बड़ी और समस्या शुरू ही हो जाती है।
അപ്പൊ ഈ പെണ്ണിന് പിള്ളേർക്കെല്ലാം 10 പിള്ളേർക്കും കുട്ടി നിക്കറും സോക്സും ഒക്കെ കാലയിൽ ഇടുമ്പോ അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എനിക്കൊരു കൊച്ചുകാലില്ലല്ലോ, ഒരു സോക്സ് ഇടിക്കാൻ, ഒരു നിക്കറിടിക്കാൻ ഒരു പിള്ളേരില്ലല്ലോ എന്നൊക്കെ അന്നെ ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോ ഈ പെണ്ണിനെ പറയും, അങ്ങനെ അടി, ദൈവം തന്ന അങ്ങനെ അടി, നിനക്കില്ലാത്തതിന് ഞാനെന്തോ അവനോടി, ഇത് പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അവള് പറയണം, എടി അന്നെ നീ ദുഃഖിക്കാതെടി, ഈ പിള്ളേർ നിന്റെ കൂടെ അല്ലോടി എന്ന് പറയേണ്ടതിന് പകരം അവളെ ദണ്ഡിപ്പിച്ച് ഇവിടെ ഈ യോഗത്തിൽ പോകും. और जब भी इस प्रकार आराधना के जाने के समय में और बच्चों को तैयार करने के समय में उसको कुर्ता पैजामा पहनाते हैं और उसे मोजे पहनाते हैं, उस समय में हन्ना को कुछ बातें बताते हुए उन्हें दुख पहुंचाते हैं, चोट पहुंच जाती है। और देखो परमेश्वर ने मुझे दिया है और तुम्हें नहीं दिया तो मेरी क्या कसूर है, इस प्रकार पूछती है। अगर ദുഃഖിപ്പിച്ചിട്ടാണ് ഇവിടെ യോഗത്തിന് പോകുന്ന ആരാധനയ്ക്കല്ല, പുതുതായിട്ട് മേടിച്ച അമേരിക്കൻ ജോർജറ്റ് സാരിയൊക്കെ ഉടിപ്പിച്ച് പിള്ളേരെ സിൽവർ കമ്മീസും ഒക്കെ ഇഴിച്ച് ഒരു പരേഡിന് വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്, ഷോയപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്, അല്ലാതെ ആരാധനയ്ക്ക് വേണ്ടിയല്ല. और देखिए ये तो पेनिना जो आराधना के लिए नहीं जाया करती थी, क्योंकि उसने तो बच्चे को अच्छी पहरावा पहनाते हुए खुद एक महंगी साड़ी पहनते हुए वो जाती है और लोगों को दिखावा करने के लिए वो जाती थी। അന്നയുടെ ഗർഭം അടച്ചില്ലായിരുന്നെങ്കിൽ അന്ന ഇതുപോലൊരു സ്ത്രീയായി മാറ്റപ്പെട്ടത്. अगर अन्ना की कोख को परमेश्वर बंद नहीं किया होता, अन्ना भी इसी के समान बन जाती थी। അന്നയുടെ ഗർഭം അടച്ചപ്പോൾ അന്ന തകരുവാൻ തുടങ്ങി. और जब अन्ना की कोख बंद किया तो അവൾ ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ചെന്നു. अन्ना तो चूर हो गई, वो परमेश्वर की मंदिर में जाकर प्रार्थना करने लगी। ഉപദേശിയും പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ, നമ്മളാണെ പിന്നെ സഭയിലോട്ട് കയറത്തില്ല, എങ്കിലും അവള് യജമാനെ എന്നെ ഒരു നീച സ്ത്രീയായി കാണരുത് എന്നൊക്കെ പറഞ്ഞു. और जो वहां की जो पादरी साहब भी इस प्रकार बताया, तुम्हारी मदिरा की और जो 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 होश में आ जा, अगर इस प्रकार हमारे सामने कोई बताया होता हम कभी भी उस आलय में नहीं जाया होते। മക്കളില്ലാത്തവരോട് ചോദിച്ചോ, നിങ്ങൾക്ക് ഏത് കുഞ്ഞു വേണോ, ആണ് വേണോ പെണ്ണ് വേണോ എന്ന് ചോദിച്ചാൽ അവര് പറയും ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞു മതിയെന്ന്. अगर जो बच्चे नहीं होते हैं उनसे अगर पूछा जाए और लड़का चाहिए लड़की चाहिए, तब वो लोग इस प्रकार जवाब देते हैं, लड़का भी हो या लड़की भी हो, एक बच्चा हमें चाहिए। എന്നാ അന്നയോട് ചോദിച്ചാൽ അന്നയ്ക്ക് ഏത് കുഞ്ഞു വേണം, അന്ന പറയാം എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് ഒരു ആണ് മതി. अगर अन्ना से अगर पूछे जाए तो अन्ना बताते हैं मुझे लड़की नहीं चाहिए, एक लड़का ही चाहिए। നിങ്ങൾക്കറിയാം ദൈവാലയത്തിൽ വരുന്നവരെല്ലാം ദുഃഖിച്ചാ മടങ്ങി പോകുന്നത്. और आप जानते हैं वो मंदिर में आने वाले सारे लोग दुखित होकर वापस जाते हैं। കാരണം കാളയെ മാറിനെ കൊണ്ട് യാഗവർദ്ധിക്കുമ്പോൾ പുരോഹിതന്റെ മക്കൾ കൊച്ചുബോസുമാരിങ്ങോട്ട് വന്ന് മുപ്പല്ലി കൊണ്ട് ഈ മാംസപദാർത്ഥങ്ങൾ കുത്തിയെടുത്തോണ്ട് പോവാ. ദൈവത്തിന് അയ്യോ ഒന്ന് നിക്ക വെയിറ്റ് ചെയ്യ്, യാഗം ഒന്ന് ദഹിച്ചോട്ട്, അയ്യോ വേണ്ട, ഞങ്ങളുടെ ബോസുമാര് പച്ച മാംസമേ തിന്നത്തുള്ളൂ, കുത്തിയെടുത്തോണ്ട് പോവുക. और देखिए जो बलिवेदी में जो आराधना के लिए अर्पण करने वाली बलि पशुओं की अच्छे अच्छे मांस को, और जो ये उस प्रकार याजक के बच्चे लोग और जो वहां से त्रिशूल से उठाते हुए लेके जाते हैं, जब बताते हैं थोड़ी देर रुक जाओ और इस बलिवेदी में ये राख बनने जाए या अच्छी तरीके से आराधना होने पाए, वो लोग रुक नहीं जाता था। इस प्रकार दुखित होकर സേവ ചെയ്യുന്ന സ്ത്രീകളുമായി ഇവന്മാരെ അഭിഹിതബന്ധം പുലർത്തുക. और वहां पर जो सेवा करने वाली स्त्रियों के साथ कुकर्म करते थे। അന്ന പ്രാർത്ഥിച്ചു, എനിക്ക് പെണ്ണല്ല വേണ്ടത്, ഇവന്മാർക്ക് പകരമായി ദൈവത്തിന്റെ ആലയത്തിൽ ഒരു വിശുദ്ധ പുരോഹിതൻ ഉണ്ടാകണം, വിശുദ്ധ പ്രവാചകൻ ഉണ്ടാകണം, വിശുദ്ധ ഒരു ന്യായാധിപൻ ഉണ്ടാകണം, എനിക്കതുകൊണ്ട് ആൺകുഞ്ഞു മതി എന്ന് പറഞ്ഞു. അവളുടെ പ്രാർത്ഥനയുടെ ദർശനം മാറ്റി അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. और परमेश्वर की उपस्थिति में इन सारे बातों को देखते हुए हन्ना बताती है कि मैं इस प्रकार की कोई याचक को देखना नहीं चाहता है, और एक पवित्र पुरुष मुझ में से निकल नहीं पाए, और इस प्रकार सेवकाई बदलते हुए एक जो पवित्र धराई के साथ सेवा करने वाले याचक जन निकलने पाए। इस प्रकार उसने प्रार्थना किया, उसकी दर्शन बदल गया और आनंदित होकर वहां से रवाना हो रही है। എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മുടെ പ്രാർത്ഥനയുടെ ദർശനം ഒന്ന് മാറ്റുന്നെങ്കിൽ, ആ ദർശനത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ മധ്യേ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. और मुझे सुनने वाले प्रियो, अगर हमारी दर्शन को बदलाते हुए हम असली तौर पर अगर प्रार्थना करेंगे तो हमारी दर्शन को परमेश्वर निश्चित तौर पर पूरा करेगा। ഇപ്പൊ വേണേ പറയാം, അന്ന പറയും ദീർഘനാളുകൾ എന്റെ ഗർഭം അടച്ചു നന്നായി
ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വിശുദ്ധ പുരോഹിതൻ ഇസ്രായേൽ ഉണ്ടാകുവാൻ അതൊരു മുഖാന്തരമായി തീർന്നു. अब तो अन्ना जरूर इस प्रकार कहेगी कि मेरी कोख को परमेश्वर बंद किया, इसलिए धन्यवाद। परमेश्वर जिस प्रकार इच्छा करते हैं उस प्रकार की एक पवित्र याजक मेरी कोख से निकलने के लिए यह बात कारण बनी। ഏഴാമത്തെ കാര്യം, ലൂക്കോസ് 1:7, എലിസബേത്ത് മച്ചിയാക കൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു, ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. और 7वीं बात लूका का सुसमाचार 1:7 में हम इस प्रकार देखते हैं, उसके कोई भी संतान ना थी क्योंकि एलिशबा भांज थी और वे दोनों बूढ़े थे। ഞാൻ ചോദിക്കട്ടെ, നല്ലവരായിരുന്ന ഇവർ ഇത്രയും പ്രായമായിട്ട് മക്കളെ കൊടുക്കാൻ ദൈവമേ നീ എലിസബേത്തിന്റെ ഗർഭം വളർച്ച തെറ്റായി പോയില്ലയോ? और मैं इस प्रकार पूछना चाहता था कि और इतने इसी प्रकार बलि और भांति और जो निर्दोष होने वाले चलने वाले इन लोगों को बच्चा ना देते हुए एलिशबा को भांज बनाते हुए आपने अनुचित कार्य किया है परमेश्वर। ദൈവം പറയും ഇല്ലേ ഇല്ല, നിത്യതയിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് കാലസമ്പൂർണതയിൽ എന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്റെ പുത്രൻ വരുമ്പോൾ അവൻ അപ്പനില്ലാത്ത മകനെന്നൊക്കെ ലോകക്കാര് പറയും. എന്നാൽ എന്റെ പുത്രനെ അവനേക്കാൾ 6 മാസത്തിന് മൂപ്പുള്ള ഒരു പൈതലിനെ യോഹന്നാൻ സ്നാപകനെ അയക്കുവാൻ ഞാൻ നിത്യതയിൽ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. और परमेश्वर इस प्रकार जरूर जवाब देता है, बिल्कुल नहीं, बिल्कुल नहीं। और जो अनादि से और जो लोगों को उद्धार करता प्रभु यीशु और जिस संसार में आने के समय में और सांसारिक लोग बताएगा ये तो बिना बाप का बेटा है, लेकिन उसको आने से 6 महीने पहले और बपतिस्मा देने वाला यूहन्ना की जरूरत होता है। वो यीशु मसीह के विषय में गवाही देने के लिए मैं पहले से ही योजना बनाकर भेजा है। ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. യോഹന്നാനെ, നീ ജനിക്കുന്നതിന് മുൻപ് സ്വർഗം നിന്നെ കുറിച്ചും പ്ലാൻ ചെയ്ത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വച്ചിരിക്കുകയാണ്. और इसलिए वचन में इस प्रकार बताता है और कि एक मनुष्य परमेश्वर की ओर से सिद्ध हुआ जिसका नाम यूहन्ना था, क्योंकि परमेश्वर हर बातों की प्रबंध करते हुए और सारी उचित तरीके से कार्य करने वाला परमेश्वर है। അവിടെ കൊണ്ട് തീർന്നില്ല. യേശുവിന് ജന്മം നൽകുന്ന മറിയ ദൂതൻ വാക്ക് പറയുമ്പോൾ അവളിൽ ഒരു അവിശ്വാസം ഉണ്ടാകും. പുരുഷനെ അറിയാൽ എങ്ങനെ സംഭവിക്കുന്നൊക്കെ ഒരു സംശയം വരും. എന്നാൽ അവളെ ധൈര്യപ്പെടുത്തണമെങ്കിൽ നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഇപ്പോൾ 6 മാസമായി ചെന്നൊന്ന് നോക്കെന്ന് പറഞ്ഞ് അവളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനോ ഞാൻ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. और इतना ही नहीं, और जब स्वर्गदूत मरियम के पास जाकर और तुम्हारी कोख में एक पवित्र पुरुष जन्मेगा, ये बातें कहने के समय में उसके मन में अविश्वास उपज सकता है। इसलिए उसे विश्वास में दृढ़ करने के लिए और तुम्हारी कुटुंबिनी एलिशबा को जाओ और 6 महीने की गर्भवती स्त्री बन गए हैं, इस प्रकार जाकर उसे बलवंत करने के लिए परमेश्वर इस कार्य को किया है। ഞാൻ പറയുന്നോണം തൽക്കാലമായുള്ള ദൈവത്തിന്റെ കരുതലുകളല്ല, നിത്യതയിലുള്ള കരുതലുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और परमेश्वर जो और हमारी सामने और थोड़ी देर के लिए कार्यों के लिए बंदोबस्त करने में से अधिक आनंददा में हर बातों को प्रबंध करने वाला परमेश्वर है। इसलिए मैं परमेश्वर का स्तुति महिमा करता हूं। എട്ടാമത്തെ കാര്യം, കീശിന്റെ കരുതകൾ കാണാതെ പോയി യാദൃച്ഛികമല്ല. और 8वीं बात, कीश की गदहे गुम हो गए हैं। കരുത കാണാതെ പോയതിനെ ഉള്ളെന്ന് നമ്മൾ പറയും. അല്ല, ശൗലിനെ ശൗമേൽ പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു കീശിന്റെ കരുതകൾ കാണാതെ പോയത്. और जो कीश की गदहे जो गुम जाना इतनी बड़ी बात है क्या? शायद हम इस प्रकार पूछेंगे, लेकिन प्रियो इस प्रकार नहीं है। शमूएल को अभिषेक करने के लिए और जो उसको शमूएल को अभिषेक करने के लिए शमूएल के द्वारा परमेश्वर की कार्य प्रकट होने के लिए इस प्रकार हुआ है। അതിനുവേണ്ടി ഒരു ദാസനെയും ദൈവം ക്രമീകരിച്ചു. उसके लिए एक सेवक को भी परमेश्वर तैयार किया। ദാസൻ പറഞ്ഞു, ഇവിടെ ഒരു ഉപദേശ താമസമുണ്ട്, അദ്ദേഹം പറഞ്ഞു വരുന്നൊക്കെ ഒത്തുവരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം മുന്നമേ ശൗമേലിനോട് പറഞ്ഞു, ഇപ്പൊ 2 പേര് നിന്റെ അടുക്ക വരും, അതിൽ ഒരുത്തനെ നീ അഭിഷേക തൈലമെടുത്ത് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം.
और परमेश्वर उस सेवक को भी तैयार किया था। सेवक इस प्रकार बता रहा है, देखो यहाँ पर एक परमेश्वर का पुरुष रहता है, वो जो भी दर्शक है, जो भी बताता है वो सच निकलता है। इसलिए आए हम उनसे पूछते हैं, लेकिन परमेश्वर पहले से ही शमूएल को बताकर रखा है, दो पुरुष अभी आएगा, उसमें से एक को तुम अभिषेक तेल से अभिषेक करना है इस्राएलियों को राजा बनने के लिए। ഇപ്പോൾ സൗമേൽ അഭിഷേകനായിട്ട് ഇസ്രായേലിന്റെ രാജാവായി അവനെ അഭിഷേകം ചെയ്തു. और देखिए अभी शमूएल जो हर अभिषेक तेल लेकर इस्राएल की राजा होने के लिए शाऊल को अभिषेक करते हैं। ഇപ്പോൾ ശൗൽ വേണേ പറയും, എന്റെ കഴുതകൾ കാണാതെ പോയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ശൗമേൽ എന്റെ അടുക്ക വന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി ദൈവം എന്നെ തീർത്തു. ഒരു കാര്യം നമുക്ക് നഷ്ടമാകുന്നതിന്റെ പുറകിലും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. और अब तो है शाऊल इस प्रकार बताएंगे कि मेरी पिता की और जो गत है गुम होने के लिए मैं परमेश्वर को धन्यवाद करते हैं। प्रियो, हमारे जीवन में भी कुछ बातें खो जाना, नष्ट होने के पीछे भी परमेश्वर की कार्य होता है। എന്റെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കൊച്ചുകുഞ്ഞു വിദേശി അല്ല മാമൻ വിദേശിയാണെന്നാണ് എന്റെ അറിവ്. കോട്ടയെ കയറാൻ വന്നു, കൊട മറന്നു പോയി, കൊടയെടുക്കാൻ തിരിച്ചു പോയി, കൊടയെടുത്തോണ്ട് വന്നപ്പോ ബോട്ട് പോയി, പിന്നെ അന്ന് ബോട്ടില്ല. അല്പം കഴിഞ്ഞപ്പോ ന്യൂസ് കേട്ടു, ആ ബോട്ട് മുങ്ങിപ്പോയി. കുമാരനാശാൻ അതിനകത്താണ് മുങ്ങി മരിച്ചത്. കൊച്ചുകുഞ്ഞു വിദേശി അല്ല മാമൻ വിദേശി ഇങ്ങനെ പറഞ്ഞു, എന്റെ കൊട മറന്നത് കൊണ്ട് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ സ്തോത്രം പറഞ്ഞോണം, വേറൊരു കാര്യം നഷ്ടമായാൽ സ്തോത്രം പറഞ്ഞോണം. എല്ലാറ്റിന്റെ പുറകെ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. और इस प्रकार में एक बुजुर्ग पासवान जी की याद आता है, और वो उन्होंने जब दूसरी जगह पर जाने के लिए बोट पकड़ने के लिए बंदरगांव में पहुंचा और अपनी छतरी तो भूल गया। छतरी लेने के लिए फिर वापस जाकर आने के समय तक बोट तो निकल चुका था, और लेकिन उसे जा नहीं पाया। पश्चात में इस प्रकार पता चला वो बोट तो डूब गई। कई सारे लोग, कवि कुमार नाशान भी उसी में डूबकर मरा है। उसने परमेश्वर को धन्यवाद किया। प्रियो, इस प्रकार अगर कोई बस मिस जाता है, उस समय परमेश्वर को धन्यवाद करो, प्रभु का स्तुति करो। ഞാൻ താനാ സഭയിരിക്കുമ്പോൾ ന്യൂ ബോംബെയിൽ നിന്ന് കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ഒരു ബ്രദർ അവിടെ യോഗത്തിന് വരുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ സാക്ഷി ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പണ്ട് ബോംബെയിൽ വിസിറ്റിങ്ങിന് വന്നപ്പോൾ സയൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ചിക്ക് പോകാനായിട്ട് സെൻട്രൽ റെയിൽവേ ട്രെയിനിലോട്ട് കയറി തന്റെ കൂട്ടുകാരൻ പുറകിന് വന്ന് കയ്യെ പിടിച്ചു വലിച്ച് ഇറങ്ങാൻ, അടുത്ത ട്രെയിന് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ വീണു. അപ്പോൾ വലിയ നിരാശ തോന്നി, മുട്ടൊക്കെ അല്പം ഒന്ന് പൊട്ടി, കാരണം പ്ലാറ്റ്ഫോമിൽ വീണതല്ലേ. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ മാട്ടുംകായ്ക്കും സയന് ഇടയ്ക്ക് വെച്ച് ആ ട്രെയിന് വലിയ ആക്സിഡന്റ് ഉണ്ടായി. അനേകരും മരിച്ചു. ഇദ്ദേഹം കയറിയ ബോഗിയിലുള്ള മിക്കപേരും മരിച്ചു. കുഞ്ഞച്ചൻ പറഞ്ഞു, ആ ട്രെയിൻ കിട്ടാതെ എന്നെ വലിച്ച താഴെ ഇട്ടത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. और प्रियो, इस प्रकार जब मैं ताने कलीसिया में सेवकाई करने के समय में नवी मुंबई से आया हुआ एक कुंजचंद भाई ने जो गवाही दिया है, उसको मैं अभी भी याद कर रहा हूं। उसने जब सायन स्टेशन से और आगे जाने के लिए ट्रेन पकड़ा, उसका दोस्त ने आकर उसे हाथ खींचकर नीचे गिराया, बताया कि हम दूसरे ट्रेन में जाएंगे। और जो गिरने के कारण उसे चोट तो पहुंचा, लेकिन उसने गाड़ी पकड़ नहीं पाई। और बाद में इस प्रकार पता चला, सयोन के बाद जब गाड़ी छूटा, बड़ी एक्सीडेंट में उस ट्रेन आई और के कारण कई सारे लोगों की मृत्यु हुई। जिस डब्बे में उस चढ़ने वाला था, उस डब्बे के कई सारे लोग तो मर गया। उसने इस प्रकार गवाही दिया। परमेश्वर को मैं धन्यवाद देता हूं, उस रेलगाड़ी जो मिस हो गया, इसलिए मैं परमेश्वर का स्तुति करता हूं, धन्यवाद करता हूं। ഒൻപതാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. ജോസഫിനെ അവർ മിസ്രൈമിലേക്ക് വിറ്റു. എന്നിട്ട് അവന്റെ വസ്ത്രം എടുത്ത് കീറി രക്തത്തിൽ മുക്കി അപ്പന്റെ അടുക്ക കൊണ്ടുവന്നു. നിന്റെ മകന്റെ अंगियावेंद्र दीर्घनाളികൾ नबी बात में इस प्रकार बताना चाहता हूं यूसुफ के विषय में। यूसुफ की भाई लोग जब उसे और यूसुफ इस्राएली लोगों के लिए बेच डाला और उसकी भागा लेकर उसमें और जो खून में डुबोके हुए उसके पिता के पास ले जाता है। याकूब तो कई दिन उसको देखते हुए और ना देखते हुए रो जाता है। എന്റെ ഭാഷയെ പറഞ്ഞാൽ യാക്കോബ് ഇപ്പൊ എല്ലും തോലുമായി ചിക്കൻ സൂപ്പ് കൊണ്ട് എന്നാ പറയും, വേണ്ട, പൊടിയരി കഞ്ഞിയും പയറു തോരനും മതി, 4 നേരം കഴിച്ചു ആകപ്പാട് കണ്ട
अगर कहा जाए अब तो है बहुत बोला पतला हुआ, चिकन सूप देने से मना करता है, मुझे तो सूखी रोटी अच्छा लगता है, इस प्रकार बताते हुए वो कहता है। और देखो दाढ़ी नहीं बनाने के कारण कोविड में लोग घूमते फिरते हैं, उसी प्रकार के लोग रूप बन गया है और बड़ी दुर्दशा के समय में वो पड़े हैं। ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവമേ ഈ യാക്കോബിനോട് എത്രയോ വട്ടം സംസാരിച്ചു, 10,000 യാക്കോബിൽ വെച്ച് മുഖാമുഖം സംസാരിച്ചല്ലോ, തിരിച്ചു വന്നപ്പോൾ നീ കല്ല് തലണിയായി വെച്ചെടുത്ത് ഒരു യാഗപീഠം പണിയാൻ പാടുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് യാക്കോബിന്റെ ഈ കരച്ചില് കണ്ടുകൊണ്ട് എന്തുകൊണ്ടൊന്ന് പറഞ്ഞുകൂടാ? എടാ നിന്റെ മകൻ മരിച്ചില്ലടാ, അവൻ ജീവനോടുകൂടെ ഉണ്ടെന്ന് എന്തുകൊണ്ടൊന്ന് പറഞ്ഞില്ല? और मैं परमेश्वर से इस प्रकार पूछना चाहता हूं कि याकूब से परमेश्वर कई बार बातें किया हुआ परमेश्वर है, और जो उसे और जो स्वर्ग में वो जो उतरने चढ़ने वाला स्वर्गदूतों को दृश्य दिखाया हुआ परमेश्वर, यब्बोक के तीर में परमेश्वर उन्हें बातें परमेश्वर है, कई सारे बातों को खुलासा करते യാക്കോബിന്റെ കരച്ചിൽ ദൈവമേ നീ കേൾക്കുന്നില്ലയോ? അവന്റെ നെടുവീർപ്പ് നീ കാണുകയോ? സ്വപ്നം കളിപ്പിച്ചവൻ ജീവനോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയെ പറഞ്ഞാൽ, ബെഞ്ചമിൻ ഒഴിച്ച് ബാക്കിയുള്ള 10 പിള്ളാരെ പിടിച്ച് ചൂരവടി എടുത്ത് പുറം വഴി ഓരോടെസൻ അടി യാക്കോബ് കൊടുത്തിട്ട് പറയും, എന്റെ കൊച്ചനെ എവിടാടാ വിട്ടത് പറയടാന്ന് പറയും. അപ്പൊ പറയും മിസ്രൈമിലാ വിട്ടെന്ന് പറയും. എല്ലാരും വാളാരക്കി കെട്ടടാ പോകാമെന്ന് പറയും. മിസ്രൈമിലേക്ക് പോയി എന്തു വില കൊടുത്തോ, എന്താ ത്യാഗം സഹിച്ചോ യോസഫിനെ തിരിച്ചു പിടിച്ചോണ്ട് വരും. और मेरी भाषा में अगर कहा जाए तो याकूब को अगर परमेश्वर अगर सपना में भी बताया होता कि तुम्हारे बच्चे तुम्हें तो जो इस प्रकार धोखा दिया है और तुम्हारा बच्चा मिस्र देश में जीवित रहता है, और अगर इस प्रकार बताने से याकूब अपने बच्चों को लिए हुए मिस्र देश में चले जाते और यूसुफ को छुड़ाने के लिए कितना भी बड़ी कार्य करने के लिए तैयार बनते। അങ്ങനെ പറഞ്ഞാൽ എന്തോ നടക്കും? യോസഫ് കണ്ട സ്വപ്നം നിവർത്തിക്കത്തില്ല. യോസഫ് കണ്ട സ്വപ്നം നിവർത്തിക്കേണ്ടതിന് ദീർഘനാളുകൾ യാക്കോബ് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കൊടുക്കാറ് ദൈവം അവനെ പാലിച്ചെങ്കിൽ നമ്മുടെ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാലും ജലതി ഭാരരുത്. അതിന്റെ പുറകിൽ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടോ എന്ന് ദൈവാത്മാവിനാൽ ഞാൻ നിങ്ങൾ ഓർമ്മിക്കട്ടെ. अगर इस प्रकार हुआ होता तो यूसुफ की सपना पूरा नहीं होते प्रियो, और याकूब तो तुरंत ही जाकर यूसुफ को ले आते और यूसुफ की सपना पूरा नहीं होते प्रियो। हमारे प्रार्थनाओं को बहुत देर तक उत्तर ना देते हुए कभी कभी परमेश्वर महान कार्यों को करने के लिए परमेश्वर हमारा जीवन में कार्य करते हैं। 10ാമത്തെ കാര്യം, എനിക്ക് ഓരോന്നും പറഞ്ഞാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്, പെട്ടെന്ന് പോവുകയാണ്. ഒരു 5 മിനിറ്റ് കൂടെ കൂടിയാലും നിങ്ങൾ എഴുന്നേറ്റ് പോകല്ലേ, എല്ലാരും ഇത് കേട്ടിട്ടേ പോകാമെന്ന് ഓർമ്മിച്ചോളൂ. ഇസ്രായേൽ ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാനായി ഓടി നടക്കുകയാണ്. और 10वीं बातें मैं बताना चाहता हूं, अगर 2-3 मिनट आगे बढ़ गया तो भी कोई छोड़कर नहीं जाना। और शाऊल राजा जो है दाऊद को मारने के लिए ढूंढते हुए चलते हैं। 1 ശമൂവേൽ 23-ാം അധ്യായം 26 മുതൽ 28 വരെ വായിക്കുമ്പോൾ പർവ്വതത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ശൗലും അപ്പുറത്ത് ദാവീദുമായി നിൽക്കുകയാണ്. और पहली शमूएल की किताब 23वां अध्याय 26 से लेकर 28वें आयत तक, और पहाड़ के इस बाजू में शाऊल और उस बाजू में दाऊद खड़े होते हैं। അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ശൗൽ ദാവീദിനെ പിടിക്കാൻ അടുത്തു എന്നാണ് എഴുതിയേക്കുന്നത്. और वहां पर इस प्रकार लिखा है कि शाऊल जो है दाऊद को पकड़ने के लिए बहुत करीब आ चुका। അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ദാവീദിനെ തീർച്ചയായും കൊന്നുകളയും. अगर इस प्रकार पकड़ लिया होता निश्चित तौर पर दाऊद वध किया होते। അങ്ങനെ പിടിക്കാൻ അടുത്തപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഫെലിസ്ത്യർ നമ്മെ ആക്രമിക്കാൻ വരുന്നു, ശൗലേ പെട്ടെന്ന് വരാൻ പറഞ്ഞു. और इस प्रकार दाऊद को पकड़ने पर ही था उस समय में एक व्यक्ति आकर शाऊल से कहता है, फिलिस्ती लोग तो हमें कब्जा करने के लिए आया, इसलिए हम तुरंत वापस चले। ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫെലിസ്ത്യർ എങ്ങനെയാ പെട്ടെന്ന് വരുന്നത്? അന്നത്തെ കാലത്ത് ഇതുപോലെ സെൽഫോണോ അങ്ങനെയുള്ള വാർത്താ മാധ്യമങ്ങളോ ഇല്ല. 2-3 മാസത്തിന് മുമ്പ്
സൈന്യത്തെ ബോർഡറിൽ കൂട്ടി ക്യാമ്പ് അടുപ്പിച്ച് അവിടെ ഭക്ഷണങ്ങളെ ക്യാമ്പിങ് ഇതെല്ലാം തയ്യാറാക്കി 2-3 മാസത്തെയെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് വേണം ഒരു യുദ്ധം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നത്. मैं आप लोगों से इस प्रकार पूछना चाहता हूं, फिलिस्ती लोग इतने ही और जो शीघ्र तरीके से कैसे वहां पर आ सकते हैं प्रियो? कम से कम 2-3 महीने की तैयारी चाहिए कि एक सेना और जो फिलिस्तियों की सेना इस्राएल के ऊपर चढ़ाई करने के लिए. സ്വർഗത്തിലെ ദൈവം കണ്ടു എന്റെ ദാസൻ പിടിക്കപ്പെടും, എന്റെ ദാസൻ കൊല്ലും. അതിനു വേണ്ടി ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം പദ്ധതികൾ പ്ലാൻ ചെയ്ത് ശത്രു രാജ്യത്തെ ഇസ്രായേലിനെതിരായി കൊണ്ടുവന്ന് ശൗലിനെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. हम इस प्रकार समझ सकते हैं कि परमेश्वर पहले से ही और 2-3 महीने पहले से ही और शत्रु राज्य की सेना की तैयारी में और परमेश्वर ने उसकाया है, क्योंकि परमेश्वर ये जाना कि मेरी प्रिय पुरुष को अभी पकड़ने पर वध करने पर जा रहा है, इसलिए परमेश्वर पहले से भी इस कार्य की बंदोबस्त किया जाता है. ശത്രു കോട്ടകൾ പണിതുയർത്തുമ്പോൾ നീ പേടിക്കണ്ട, നിനക്ക് സംരക്ഷണം തരുവാൻ അവൻ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് അവന്റെ പദ്ധതികളെ അബദ്ധമാക്കി നിനക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം. और प्रियो, तुम्हारे विरुद्ध में और भयभीत तो गढ़ बनाने के समय में तुम बिल्कुल डरो मत, क्योंकि उसकी योजना को नष्ट करने के लिए पहले से ही कार्य करने वाला परमेश्वर है, हमारा परमेश्वर. 11ാമത്തെ കാര്യം ഏലിയാവ് കെരീത്ത് തോട്ടിന്റെ അടുക്കയിരിക്കുകയാണ്. और 11वीं बात, एलिया जो है और केरीत नाले के किनारे पर बैठे हैं. കാക്കകളുടെ വരവ് നിന്നു, കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി. और कौवा आना बंद हो गया, केरीत नाले की पानी सूख गया. ഏലിയാവിന് നിരാശ തോന്നി കാണും. एलिया तो निराशित हुआ होगा. നിങ്ങൾക്കറിയാം, ആഹാബ് ഓബദ്യാവെ വിളിച്ചു പറഞ്ഞു, മൃഗങ്ങൾക്കൊക്കെ പുല്ല് കിട്ടണം, എവിടെങ്കിലും നീരുറവുണ്ടോ എന്ന് നീ നോക്ക്. ആഹാബ് ഒരു വഴിക്ക്, ഓബദ്യാവ് ഒരു വഴിക്ക്, പട്ടാളക്കാർ വേറൊരു വഴിക്ക്, ഇസബേല് വേറൊരു വഴിക്ക്, അവരെല്ലാം നീരുറവെ അന്വേഷിച്ച് നടക്കുകയാണ്. और आप जानते तो है, आहाब जो है वो बद्याव को बोलकर बताते हैं, बुलाकर बताते हैं कि और जो कम से कम पशुओं के लिए तो पानी ढूंढो. देखो, आहाब तो एक दिशा में गए हैं, वो बद्याव दूसरी दिशा में गया है, इसाबेल तो तीसरी दिशा में, और सारी सेना पानी को ढूंढने के लिए घूमते फिरते हैं. അപ്പൊ ആരെങ്കിലും പറയും കെരീത്ത് തോട്ടിൽ വെള്ളമുണ്ടെന്ന് പറയും. और तब कोई तो बताएगा कि केरीत नाले में पानी है. വെള്ളം കോരുവാൻ ടാങ്കറുമായിട്ട് ആ ഇസബേലിന്റെ പട്ടാളക്കാരെല്ലാം ആ തോട്ടിലേക്ക് വരും. और पानी लेने के लिए और बड़ी बड़ी और जो बर्तन लिए हुए और जो इस्राएल की सेना वहां पर इकट्ठा हो जाएगा. അപ്പൊ നമ്മുടെ ഉപദേശി വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരും, ഓടെ പോക്കും, അവിടെ വെച്ച് തന്നെ കൊല്ലും. ദൈവം കണ്ടു ഏലിയാവിനെ കൊല്ലുവാൻ സാധ്യതയുണ്ട്. അവര് വരുന്നതിന് മുൻപ് തന്നെ കെരീത്ത് തോട്ടിലെ വെള്ളവും കാക്കയുടെ വരവും ദൈവം നിർത്തിയത്. ഏലിയാവേ, നിന്നെ അന്നം മുട്ടിക്കുവാനല്ല, നിന്നെ ശത്രുവിന്റെ കയ്യിൽ പെടാതെ രക്ഷിക്കുവാൻ ദൈവം ക്രമീകരണം देखिए, जिस समय में और जो इस्राएल की सेना और पानी बटोरने के लिए आएंगे, उस समय में अगर केरीत नाले के पानी सूखा नहीं होते तो एलिया पानी पीने के लिए आएगा, तुरंत ही उसे पकड़ेगा, वध करेगा. और इसलिए जो प्रियो, मैं आप लोगों से बताना चाहता हूं, जब इस प्रकार की समस्या हो जाता है हमें, और नष्ट करने के लिए नहीं है, हमें बचाने के लिए होते हैं. അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു സ്ത്രീ കലത്തിൽ കൈയിടുമ്പോൾ അല്പമാവും, അവൾ വിധവയാ, അവിടെ കുഞ്ഞും മരിക്കാനിരിക്കുക. അവിടെ നിലവിളിയും സ്വർഗത്തിലെത്തി അവളെ പുലർത്തുവാനും ദൈവം പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. इतना ही नहीं, देखो दूसरी जगह पर एक विधवा स्त्री अपने बच्चे और के साथ मरने पर है, और लेकिन उसकी दुहाई भी परमेश्वर की उपस्थिति में पहुंचता है, इसलिए उसे भी रक्षा करने के लिए, बचाने के लिए परमेश्वर का कार्य वहां पर हो रहा है. നമ്മുടെ ചില നന്മകൾ മുടക്കുന്നതിന്റെ പുറകിലും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. हमारी कुछ भलाइयां रुक जाने के पीछे भी परमेश्वर की एक महान योजना है कर मैं आप लोगों को सुधी दिलाना चाहता हूं. 12ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എസ്തേറിന്റെ മാതാപിതാക്കന്മാർ മരിച്ചുപോയി. और 12वीं बातों को बताते हुए मैं समाप्त करना चाहता हूं. एस्तेर की माता पिता लोग मर चुके हैं. ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരി പെൺകുട്ടിയാ. और ये तो एक जवान लड़की है, उसकी शादी नहीं हुई है. നമുക്കറിയാം, അപ്പനും അമ്മയില്ലെങ്കിൽ പെണ്ണിന്റെ കല്യാണം ആര് നടത്തും? അവള് വിങ്ങി വിങ്ങി പറമ്പറയ്ക്ക് കരഞ്ഞു കാണും, എന്റെ ദൈവമേ,
എന്റെ അപ്പനും അമ്മയും മരിച്ചു, എന്റെ കല്യാണവാൻ നടത്തും, എന്നെ ആര് നോക്കും എന്നെല്ലാം ഇവള് നെടുവീർപ്പിട്ട് കാണും. हम जानते हैं अगर एक अनाथ लड़की की शादी कौन करते हैं, इस बात को हम जानते तो है। और उस लड़की ने इस प्रकार रोए होंगे, मेरी शादी कौन करवाएगा, इस प्रकार कराते हुए दुहाई देते हुए अपनी शादी के विषय में वो कहती है। മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു ഇവൾ. और उसकी और जो आधी मोर्दकाई, അതുകൊണ്ട് മൊർദെഖായി എടുത്തു വളർത്തി. और इसलिए मोर्दकाई उसे और जो लेते हैं गोद में लेते हुए उसे संभालते हैं। എസ്തേറിന്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും എസ്തേർ മൊർദെഖായിയുടെ അണ്ടറിൽ വരത്തില്ല. अगर एस्तेर के माता पिता और जीवित रहते तो बिल्कुल मोर्दकै के अधीन एस्तेर नहीं आया होते। അപ്പനും അമ്മയും മരിച്ചത് കൊണ്ടാണ് എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വന്നത്. माता पिता नष्ट होने के कारण एस्तेर मोर्दकै के पास आ जाते हैं। അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ये परमेश्वर की एक योजना थी। ദൈവം കണ്ടു എന്റെ ജനത്തിനെതിരായി ഒരു ഹാമാൻ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. परमेश्वर ने इस बात को देखा कि मेरे जन के विरुद्ध में एक हामान उठकर खड़े हो जा रहे हैं। ആദാർ മാസം 13-ാം തീയതി എന്റെ ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാനുള്ള എല്ലാ പദ്ധതികളും അവൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. आदर महीने की 13वां दिन को और मेरी जन को नष्ट करने के लिए, सत्यानाश करने के लिए हामान ने योजना बनाया है। ഇസ്രായേൽ ജനത്തെ മൊത്തം സംഘടിച്ചാലും ഈ വിധിക്കെതിരായി പൊരുതുവാൻ അവനെ കൊണ്ട് കഴിയത്തില്ല. इस्राएली सारे लोग इकट्ठा हो जाएं तो भी इस लेखा के सामने खड़े नहीं हो पाते। അതിനുവേണ്ടി രാജകൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം. മൊർദെഖായി എസ്തേറിനെ രാജകൊട്ടാരത്തിൽ അഹശ്വേരോശ് രാജാവിന്റെ വസ്തിയായി ഏൽപ്പിച്ചു കൊടുത്തു. और इसलिए और राजमहल में और जो उसकी पत्नी होकर अहश्वेरोश राजा की पत्नी होकर राजमहल में एस्तेर आना जरूरी था। इस प्रकार उसकी पत्नी बनने के लिए परमेश्वर कार्य किया। എനിക്ക് ആ പദ്ധതി പ്രസംഗിക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം. നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. ദൈവം പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തു. परमेश्वर की उस कार्य को बताने के लिए कम से कम 2 घंटा लगता है, लेकिन आपका धीरज को परीक्षा लेना मैं नहीं चाहता। परमेश्वर वहां पर महान कार्य को किया। ഇതിന്റെ ഇടയ്ക്ക് മൊർദെഖായിയെ കൊല്ലുവാൻ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഹാമാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. वहां पर जो मोर्दकाई को जो फांसी देने के लिए 50 हाथ की खंभा को वहां पर गाड़ कर रखा है। ഇവന്റെ വെറുപ്പൊന്ന് നോക്കി, ഒരു 8 മുഴം മറുവെട്ടനെ തൂക്കാൻ 50 മുഴം വെച്ച ലോകക്കാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ ഇവനെ തൂക്കുവാനാണ് ഹാമാൻ പ്ലാൻ ചെയ്യുന്നത്. और देखो उसकी घृणा, उसकी और जो भाव को देखो। एक आम व्यक्ति को मारने के लिए, फांसी देने के लिए 8 हाथ की खंभा की जरूरत होते हैं, लेकिन सारे लोगों के सामने उसे मार गिराने के लिए इस प्रकार 50 हाथ की खंभा बनाया है। ഘടികാരത്തിലെ മിനിറ്റുകൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹാമാൻ രാജകൊട്ടാരത്തിന്റെ വാതിൽക്ക വന്നിരിക്കുകയാണ്. और जो उसकी घड़ी की सुई तो तेज गति में आगे बढ़ते चल जा रहा है। और हामान की और जो पास उस कार्य को करने के लिए लोग आए हैं। തലേ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. वो पिछली रात राजा का नींद भंग हो गया। ഉറക്കം വരാഞ്ഞുകൊണ്ട് ദിനവൃത്താന്തം വായിച്ചു. നമുക്ക് ഉറക്കം വരണമെങ്കിൽ ദിനവൃത്താന്തം വായിച്ചാൽ മതി. ഇത് ഉറക്കം വരാത്ത കൊണ്ട് ദിനവൃത്താന്തം വായിച്ചപ്പോൾ തന്നെ ആക്രമിക്കാൻ വന്നവരെ രഹസ്യമായി ന്യൂസ് ചോർത്തിച്ചവർ എന്തോ കൊടുത്തു. और जो राजा का नींद भंग हो गया है, उस समय में किताब मंगवाया। उसने इतिहास का किताब पढ़ रहे हैं। अगर आपको नींद भंग हो रहे हैं तो आप किताब पढ़ो तो आपको नींद आएगा। यहाँ पर राजा का नींद ना आने के कारण वो किताब पढ़ रहा है। प्रियो, उस समय में उसकी जासूसी की, विरुद्ध में जासूसी किया वो लोगों को, और किस प्रकार उसे हत्या के लिए योजना बनाया, उस बातों को पहचान रहा है। രാജാവ് ഹാമാനോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തോ ചെയ്യണം? राजा हामान से पूछ रहा है, अगर राजा इस व्यक्ति को प्रतिष्ठा और आदर देने के लिए चाहता है, उसे कैसे आदर देना है? മൊർദെഖായി ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാജാവിന്റെ ഒരു പഴയ കഴുതയെ കൊണ്ടുവരണം, രാജാവിന്റെ കീറിയ വസ്ത്രം ഇടണം എന്നൊക്കെ ഇവന് പറഞ്ഞേനെ. ഇവനാനും ജോലി കയറ്റി അങ്ങടിച്ചു. രാജാവിന്റെ മൃഗം കൊണ്ടുവരണം, രാജാവിന്റെ വസ്ത്രം ധരിപ്പിക്കണം, രാജാവിന്റെ കിരീടം തലേ വെക്കണം, പ്രധാന പ്രഭുക്കന്മാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം, രാജാവ് ബഹുമാനിപ്പാലിച്ചിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യണമെന്ന്.
और उसने तो नहीं जाना था, ये तो मुर्दकाई का विषय में राजा पूछता है। अगर मुर्दकाई का नाम जान लिया होता, उसने तो बताए होते कि एक गधा के लेके आओ और फटे हुए कपड़े को उसे पहनाओ और ऐसे ही घुमा के छोड़ देना। लेकिन उसने बताया एक राजा का ही घोड़ा को ले आना, अच्छे विशेष कपड़ों को पहनाना है और लोगों को सामने भेजते हुए राजा जिस व्यक्ति को आदर करना होता है उसको इस प्रकार आदर सम्मान करेगा, इस प्रकार बताते हुए कार्य कर रहे। ഇതിന്റെ എല്ലാം പുറകെ ചരട് വരിച്ചത് എസ്തേർ ആയിരുന്നു. और इन सारे बीच कार्यों के पीछे कार्य किया हुआ व्यक्ति एस्तेर रानी थी। എസ്തേറെ അപ്പനും അമ്മയും മരിച്ചാൽ ദുഃഖമില്ലയോ? അന്ന് ദുഃഖിച്ചെങ്കിലും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്നെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായിരിക്കത്തക്ക രീതിയിൽ ഇതിന്റെ പുറകിൽ എന്റെ ദൈവമെല്ലാം നന്മയ്ക്കായി എന്നിൽ കൂടെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. और एस्तेर इसके पीछे कार्य किया है। एस्तेर के अगर पूछे तुम्हारे माता पिता को जाने के लिए तुम्हें दुख नहीं होता, एस्तेर जरूर कहेगी मुझे दुख तो है, लेकिन परमेश्वर ने उसकी पूर्वानुमान के अनुसार इस प्रकार मुझे जो क्षयर्ष राजा की पत्नी बनाते हुए राजमहल में लेके आना, इस पूरे इस्राएली लोगों की छुटकारा के लिए कारण बनाना, ये परमेश्वर की कार्य था। इस प्रकार परमेश्वर ने महान कार्य किया है। സൗരിമാരുടെ പേരിൽ 2 പുസ്തകമുള്ളതിൽ ഒന്ന് എസ്തേറിന്റെ പുസ്തകമാണ്. എസ്തേറ്, ലോകത്തിലുള്ള എല്ലാ തലമുറകളും നിന്റെ കാര്യം വായിക്കത്തക്ക രീതിയിൽ നിന്നെ ഇത്ര ഉയർത്തുവാനിടയായത് ദൈവത്തിന്റെ പദ്ധതിയാണ്. और स्त्रियों के नाम में हम 2 किताबों को पवित्र शास्त्र में पाए जाते हैं। इस प्रकार एस्तेर के नाम से किताब लिखते हुए और परमेश्वर उसे बड़ी आदर और प्रतिष्ठा देके और परमेश्वर की महान कार्यों को सारे दुनिया में सारे लोग हर समय पढ़ने के लिए परमेश्वर ने कारण बनाया। ഒരു പക്ഷേ ഇതിന്റെ ബിസിനസ് പൊട്ടിപ്പോയൊരു ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. हो सकता है तुम्हारी व्यापार जो नष्ट हुआ है ये परमेश्वर का कार्य है। നിനക്ക് ആ രോഗം വന്നത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. तुम्हें जो उस बीमारी जो आया है ये परमेश्वर की कार्य था। നിന്റെ വീട്ടിൽ ചിലർ മാറ്റപ്പെട്ടത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. तुम्हारे घर से कुछ लोगों को जो निकाल दिया है ये तो परमेश्वर की कार्य हुआ है। എല്ലാം ദൈവത്തിന്റെ പ്ലാനിൽ ദൈവീയ ചെയർമാൻ കാര്യങ്ങളെല്ലാം ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം മാത്രം കൊടുത്തുകൊള്ളണം. और ये सारे कार्यों के पीछे परमेश्वर अपनी महिमामय कार्यों को आगे बढ़ाते जा रहा है। सारे बातों को याद करते हुए परमेश्वर का स्तुति और धन्यवाद समय समय पर किया करो। ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. एक और दृष्टांत बताते हुए मेरी प्रचार को मैं समाप्त करूंगा। ചാൾസ് ജോൺ ഒരിക്കൽ കൗമ്രയാറ്റിൽ തന്റെ ഒരു സ്നേഹിതൻ പോയി അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചു. കുഞ്ഞുങ്ങളെ അമ്മ മരിച്ചത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു പോരുന്നു. और चार्ल्स रॉन जो है अपनी मित्र की पत्नी और अपनी जो बच्चे जो मर गए थे और उस समय में उसे शांति के वचन देते हुए आने के समय में परमेश्वर की इच्छा अनुसार ये बात हुई कर उसने बताया। അത് കഴിഞ്ഞ ഭർത്താവ് ഗൾഫിൽ പോയി. ഗൾഫിൽ ചെന്ന് ഭർത്താവ് മരിച്ചുപോയി. ജാക്സോൺ വീണു ആ വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അപ്പനും അമ്മയും മരിച്ചല്ലോ, കുഞ്ഞുങ്ങളെ ദൈവഹിതമാണെന്ന് പറഞ്ഞു. और जो उसके पश्चात वो बच्चों का क्षमा कीजिए पहले उसकी मां मर गए थे और पश्चात में उसकी पिता भी मर गए हैं। और जो शालशोन ने उसके पास जाकर बताया पिताजी जो मर गया वो भी परमेश्वर की इच्छा अनुसार हुआ है। ഉടനെ ഓളി ചോദിച്ചു, അങ്കിളെ ഇതെന്തോ ദൈവഹിതമാണെന്ന് ചോദിച്ചു. और तुरंत ही और उसकी बेटी ने इस प्रकार पूछा, हे परमेश्वर का दास ये परमेश्वर की कैसा कार्य होता है। ചാൾസ് ജോൺ വീട്ടിൽ ചെന്ന് വന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. और उस रात चार्ल्स जॉन वापस आते हुए सो नहीं पाया। പെട്ടെന്ന് ഒരു പാട്ടിന്റെ ഇലയാളങ്ങൾ തന്റെ ഉള്ളിൽ ദൈവം കൊടുത്തു. और उस समय में उसके मन में और कुछ एक गीत की कुछ चरण उसके मन में आया। ആ ദൈവം ഇങ്ങനെ പാടി, നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന നാളുകൾ കഴിഞ്ഞിടുമ്പോ നാടാ ഞാൻ അറിഞ്ഞിടുമേ. നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാടാ ഞാൻ അറിഞ്ഞിടുമേ. എന്നിനിയും
വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നാരികൾ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നാരികിൽ. അതെ, നാം നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടു വരും. और परमेश्वर उस समय में उस भक्त व्यक्ति के भीतर इस प्रकार एक गीत दिया, और उस गीत के सारांश इस प्रकार है, इन सारे बातों की असली अर्थ कब मैं जानूंगा परमेश्वर, जब तुम अनंतता में मेरे पास आएगा उस समय में इस सारे बातों को तुम पहचानेगा। प्रियो, जरूर हम लोग उस प्रकार परमेश्वर की उपस्थिति में पहुंचेंगे, इन सारे बातों की असली बातों को हम समझेंगे। 12 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. और 12 बातों को मैंने बताया. ആടിനെ പിടിക്കാൻ വന്ന സിംഹവും കരടിയും ദൈവം അയച്ചതാണ് ഞാൻ പറഞ്ഞു. और भेड़ को पकड़ने के लिए परमेश्वर ने ही भालू और सिंह को भेजा है. ഇസ്ഹാക്കിനെ അന്ധനാക്കിയ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. इसहाक के जो अंधा बनाया वो भी परमेश्वर की योजना अनुसार था. സാറയുടെ ഗർഭം അടച്ചത് ദൈവിക പ്ലാൻ ആയിരുന്നു. सारा की कोख जो बंद किया है वो ईश्वरीय योजना के अनुसार थे. റാഹേലിന്റെ ഗർഭം കുറച്ചു നാളത്തേക്ക് അടച്ചത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. राहेल की कोख थोड़ी देर के लिए जो बंद किया वो परमेश्वर की कार्य था. ഫറവോന്റെ പുത്രിക്ക് മക്കൾ ഇല്ലാതാക്കിയത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. फरौन की बेटी को जो बच्चे नहीं दिया वो भी परमेश्वर की योजना अनुसार थे. അന്നയുടെ ഗർഭം അടച്ചതും ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. अन्ना की कोख जो बंद किया वो भी परमेश्वर की योजना अनुसार था. എലിസബേത്ത് ദീർഘനാളും അച്ചിയായിരുന്നത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. एलिसबेथ लंबी समय बांझ बनकर रही, वो परमेश्वर की योजना अनुसार था. കീശിന്റെ കഴുതകൾ കാണാതെ പോയത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. कीश की गधे जो गंवाए गए थे, गुम गए थे, वो भी परमेश्वर की योजना अनुसार थे. യോസഫിന്റെ കാര്യം യാക്കോബിന് മറച്ചു വെച്ച് യോസഫിന്റെ കാര്യം യാക്കോബിനോട് മറച്ചു വെച്ച ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. यूसुफ के विषय याकूब के और जो अनजाने कर दिया था उस बात भी उसे वो मन से छिपा कर रखा था, वो परमेश्वर के कार्य था. ദാവീദിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഫെലിസ്ത്യരെ യുദ്ധത്തിന് അയച്ച ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. दाऊद को बचाने के लिए फिलिस्ती लोगों को और चढ़ाई करते हुए इस्राएल के विरुद्ध में जो भेजा है वो भी परमेश्वर കാക്കയുടെ के कार्य വരവും था. നിന്നതും കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയതും ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. कौवा आना बंद होना, किरीत नाले के जो पानी सूख जाना परमेश्वर के कार्य अनुसार हुए. എസ്തേറിന്റെ മാതാപിതാക്കന്മാർ മരിച്ചതും ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. एस्तेर की माता पिता जो मर गए थे वो भी परमेश्वर की योजना अनुसार हुए थे. നമുക്കൊന്നിലും ദൈവത്തെ കുറ്റം ആരോപിക്കരുത്. हम कोई भी विषय में परमेश्वर की दोष आरोपित ना करें. എല്ലാം ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. और सब कुछ परमेश्वर की हित के अनुसार होने के लिए समर्पित किया जाए. ഇന്നത്തെ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹകരമായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. आज की सभा आप लोगों के लिए आशीष का कारण हुआ कर मैं प्रभु में विश्वास करता हूँ. അങ്ങനെ അനുഗ്രഹമായി എന്ന് ബോധ്യമുള്ളവർ മാത്രം അവിടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. इस प्रकार आशीषित हुए हालेलुया. हैं केवल वही लोग हाथ उठाते हुए परमेश्वर का स्तुति धन्यवाद करे. ഇങ്ങനെ അവസരം തന്നവരോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. इस प्रकार अवसर दिया हुआ सारे लोगों को याद करते हुए मैं समाप्त करता हूँ. परमेश्वर हम सभी को मिलकर आशीषित करने पाए. ആമേൻ ആമേൻ.